ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുൽവാമയിൽ പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇത്രയും കാലത്തെ വിലാപം. എന്നാൽ പുൽവാമ മറക്കാനുള്ളതല്ലെന്ന് രാജ്യം വിളിച്ചു പറഞ്ഞ ഇന്നലത്തെ ആ 21 മിനിറ്റ് എത്രമേൽ പാകിസ്ഥാനെ അസ്വസ്ഥമാക്കിയെന്ന് ഇന്നത്തെ പകൽ കാട്ടിത്തന്നു. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാതിർത്തി കടന്നെത്തിയ 3 പാക് വ്യോമവിമാനങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ സേനയുടെ പ്രതിരോധ മികവിൽ 3 ഇവിടെ നിലം തൊട്ടില്ല. അപ്പോഴും അഭിനന്ദൻ വർദ്ധമാൻ ഒരു മുറിവായി നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. എൻകൗണ്ടർ ഈ മണിക്കൂർ ചർച്ച ചെയ്യുന്നു. അതിരുവിട്ട് പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷത്തിന് ആക്കം കൂട്ടി പാകിസ്ഥാന്റെ പ്രകോപനം. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച 3 പാക് F-16 വിമാനങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകിയ ഇന്ത്യൻ വ്യോമസേന ഒരു പാക് വിമാനം വെടിവെച്ച് വീഴ്ത്തി. വ്യോമാക്രമണ ശ്രമം പരാജയപ്പെടുന്നതിനിടെ ഇന്ത്യക്ക് ഒരു മിഗ് വിമാനം നഷ്ടമായി. വിമാനത്തിലെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. പ്രകോപനത്തിന്റെ ഒരു പകലാണ് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ സൃഷ്ടിച്ചത്. കരുത്തിന്റെയും തന്ത്രജ്ഞതയുടെയും മികവിൽ രാജ്യം അതിനെ മറികടന്നു. രാവിലെയാണ് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് 3 പാക് യുദ്ധവിമാനങ്ങൾ രജൌരി ജില്ലയിലെ നൌഷേറ സെക്ടറിൽ പ്രവേശിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ വന്ന വഴിയെ ഈ വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന തുരത്തി. വ്യോമാതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന വിമാനങ്ങളാണ് പാക് വിമാനത്തെ മടക്കിയത്. ജനവാസ മേഖലയിൽ ബോംബ് വർഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ആക്രമണം നടത്തിയായിരുന്നു പാക് വിമാനങ്ങളുടെ പിൻവാങ്ങൽ. പിന്നാലെ പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം നൌഷേറയിലെ ലാംവാലിയിൽ വെച്ച് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു. ഇതിലെ പൈലറ്റ് പാരച്യൂട്ടിലാണ് രക്ഷപ്പെട്ടത്. പാക് പ്രകോപനം തടയുന്നതിന് ശ്രമിച്ച ഒരു മിഗ് വിമാനത്തെയും അതിലെ പൈലറ്റിനെയും കാണാതായി. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ തുടങ്ങിയ പ്രകോപനത്തിന്റെ തുടർച്ചയാണ് ഇന്നും പാകിസ്ഥാൻ പ്രകടിപ്പിച്ചത്. പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സേന വധിച്ചു. ലേ, ജമ്മു, ശ്രീനഗർ, പഠാൻകോട്ട് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ സ്ഫോടനാത്മകമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏത് വെല്ലുവിളിയെയും നേരിടാൻ പാകത്തിലുള്ള ഒരുക്കങ്ങൾ ഇന്ത്യൻ സേന പൂർത്തിയാക്കി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. അതിർവിട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ എൻകൗണ്ടറിൽ നമ്മോടൊപ്പം ചേരുകയാണ് പ്രശസ്ത നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ, BJP നേതാവ് MS കുമാർ, മാധ്യമപ്രവർത്തകനും സഞ്ചാരിയുമായ മധു നായർ, പ്രധാനമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന TK നായർ IAS, അതേപോലെ AICCയുടെ വക്താവ് ഷെമ മുഹമ്മദ്, യുദ്ധകാര്യ പ്രതിനിധി കേണൽ ഭാസി, അതിലെ വൈസ് അഡ്മിറൽ RP സുധൻ എന്നിവർ. നമ്മൾ ഈ ചർച്ച ശ്രീ പ്രശസ്ത നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസിൽ നിന്ന് തുടങ്ങുകയാണ്. TP ശ്രീനിവാസൻ എത്തിച്ചേരുന്നുള്ളൂ, ക്ഷമിക്കണം. നമ്മൾ കേണൽ മോഹൻ പിള്ള ഡൽഹിയിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ പിള്ള, ഇന്നത്തെ സംഭവഗതികൾ ശ്രദ്ധിച്ചപ്പോൾ താങ്കളെപ്പോൾ ഒരു വിദഗ്ധന് എന്താണ് തോന്നുന്നത്? പാകിസ്ഥാൻ ഒരു മുഖം സംരക്ഷിക്കേണ്ട ഒരു ഇടപാട് പാകിസ്ഥാനുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ മുഖം നഷ്ടപ്പെടുകയും ഇന്ത്യയുടെ ഒരു സൈനിക ശക്തിയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് രാവിലെ ഒരു അഭ്യാസം അവർ നടത്താൻ ശ്രമിച്ചത്. നമ്മുടെ പ്രതിരോധ സേന കരുത്തോടെ തിരിച്ചടിക്കുക തന്നെ ചെയ്തു. എന്നാലും ചില നഷ്ടങ്ങൾ നമുക്ക് ബാക്കിയാകുന്നു. ഈ അവസരത്തിൽ താങ്കൾ എന്താണ് പറയുന്നത്? ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷനാണ്. അത് ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അവർ സെലക്റ്റീവ് ടാർഗറ്റ് വെച്ചിട്ട് അവരുടെ മുഖം രക്ഷിക്കാനായി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ 2 തർക്കമില്ല. അതേ രീതിയിൽ തന്നെയാണ് അവർ പ്രകോപനം സൃഷ്ടിച്ചതും. പക്ഷേ ബ്രേവ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റ്സിൻ്റെ സംയോജിതമായ ഇടപെടൽ കാരണം നമുക്ക് നഷ്ടമാവേണ്ട ഹെവി കാഷ്വാലിറ്റീസ്, എസ്പെഷ്യലി ദേ ആർ എയിമിംഗ് ഫോർ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അറ്റ് രജൌരി. അതായത് പൂഞ്ച്, രജൌരി, നൌഷേറ സെക്ടറിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഏരിയയാണ് രജൌരി എന്ന് പറയുന്ന മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവിടോട്ട് അവർ എയിം ചെയ്തതാണ്. നമ്മൾ ബ്ലോക്ക് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ക്രാഷ് ചെയ്തു. F-16 പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇതും എന്താ പറയുക മിഗും നമുക്ക് നഷ്ടമായി. എലോങ് വിത്ത് ദാറ്റ് ഒരു ബ്രേവ് പൈലറ്റ് അവരുടെ കസ്റ്റഡിയിൽ പ്രിസണർ ഓഫ് വാറായി എന്നുള്ളതാണ്. ഇതിൽ വ്യക്തമാകുന്നത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും കോർണറായ ഈ ടെററിസ്ഥാൻ ഇപ്പോൾ
ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു സിനാരിയോ വന്നിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ശ്രീനിവാസൻ സാറും ഒക്കെ അവിടെ ഉണ്ട്, എനിക്ക് വിഷ്വൽ ഇല്ലാത്തത് കൊണ്ടാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഇന്ത്യക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയം ഇപ്പോഴാണ്. ഈ സമയം ഇനിയും വരാൻ പോകുന്നില്ല. കാര്യം ചൈനയെ ഒരു ഫാക്ടറായിട്ട് നമ്മൾ വെച്ചിരുന്ന ആ ചൈന പോലും നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ടായിട്ട്. ഡോക്ടർ മോഹൻപിള്ള, ഇന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ചൈന നമ്മളെ പിന്താങ്ങുന്നു. അതായത് തീവ്രവാദത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്തിരിയണമെന്ന് ചൈന ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ഇതുവരെയുള്ള ഇന്ത്യ ചൈന ബന്ധങ്ങൾ തന്നെ വേറൊരു വെള്ളി വെളിച്ചം പോലെയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നു പെട്ടിരിക്കുന്നത്. അപ്പം ഈ ചൈന കൂടി പിന്താങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മിലിറ്ററി അഡ്വഞ്ചറസത്തിന് നമ്മൾ പോകണം എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? മിലിറ്ററി അഡ്വഞ്ചറസ് അല്ല, വി ഹാവ് ടു ഡു ഫോർ ദ ബാർഗെയിൻ. നമ്മൾ എന്തിനാണ് ഈ ആക്ഷൻ തുടങ്ങി വെച്ചത്? അതാണ് ആലോചിക്കേണ്ടത്. എന്തിനായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചത്? അസർ മസൂദ് എന്ന് പറയുന്ന ചെന്നായെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരണം. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് വേണ്ടത്. അപ്പം ഏതുവിധ ചർച്ചയ്ക്കും പ്രീ കണ്ടീഷനായിട്ട് വെക്കേണ്ട ഒരേ ഒരു ആവശ്യം ഇതാണ്, ആ മസൂദിനെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള മസൂദിനെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം മാത്രം എല്ലാ ചർച്ചകളും എന്നുള്ളത് പറയുക. അതിന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എഗ്രി ചെയ്യും. ബിക്കോസ് വി ആർ നോട്ട് ഡിമാൻഡിങ് മൂൺ, വി ആർ നോട്ട് ഡിമാൻഡിങ് എനി പാകിസ്ഥാനി ആർമി, വി ആർ ഡിമാൻഡിങ് എ ടെററിസ്റ്റ്, എ ഹാർഡ് കോർ ടെററിസ്റ്റ്. ആ ടെററിസ്റ്റിനെ കിട്ടിയതിനു ശേഷം മാത്രം ചർച്ച എന്നുള്ള ഏറ്റവും ഫേവർ ആയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ അവസരം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. കാര്യം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിന് നമ്മുടെ ഒപ്പം നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ കണ്ടീഷൻ വെച്ച് അദ്ദേഹം ആ ഹാർഡ് കോർ ടെററിസ്റ്റിനെ ഇന്ത്യയിൽ എത്തിക്കുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യിപ്പിച്ച് ഇന്ത്യയിൽ എത്തിച്ച് നിയമത്തിന്റെ മുന്നിൽ കീഴടക്കാനുള്ള ഒരു അവസരം ഇന്ത്യ ഗവൺമെന്റിന് കൈവന്നിരിക്കുകയാണ്. ആ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാം. കാര്യം എല്ലാ രീതിയിലും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് വരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ഞാൻ ശ്രീ ടി കെ നായരിലേക്ക് പോവാണ്. സർ, ശ്രീ ടി കെ നായർ, അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ, അതായത് ലോകരാജ്യങ്ങളുടെ മുൻപിൽ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് ഈ ഭീകരനായ തീവ്രവാദി. കണ്ടകാറിന് ശേഷമാണ് ഇത്രയും വലിയ ഖ്യാതി അദ്ദേഹത്തിന് കിട്ടിപ്പോയതെങ്കിലും എപ്പോഴും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു അപകടകാരിയായ തീവ്രവാദിയാണ് അദ്ദേഹം. ഈ ഡോക്ടർ മോഹൻപിള്ള പറയുന്നത് പോലെ നമ്മുടെ ചർച്ചകളിലും സംഭാഷണങ്ങളിലും ഒരു മ്യൂച്വൽ കൺസൾട്ടേഷനും ഒക്കെ നമ്മുടെ ആദ്യത്തെ കണ്ടീഷനായി ഇയാളെ വിട്ടുതരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ, നടക്കാൻ സാധ്യതയുണ്ടോ അങ്ങയുടെ ഒരു അനുഭവത്തിൽ ആലോചിക്കുമ്പോൾ? ചർച്ചകളിൽ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്നുള്ളതിന് തർക്കമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഉദ്ദേശം സാധിക്കാമെന്ന് ഇന്നത്തെ ലോകത്ത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. അത് കാശ്മീരിനെ കുറിച്ചുള്ള പ്രശ്നമാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഈ ഭീകരവാദിയെ നമുക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളത് തീർച്ചയായും ന്യായമായ നമ്മളുടെ ആവശ്യമാണ്. അയാൾ ചെയ്തിട്ടുള്ള അക്രമങ്ങൾക്കെല്ലാം ഒരു ഇന്ത്യ രാജ്യത്തിനെതിരായി ചെയ്തിട്ടുള്ള എല്ലാ അക്രമങ്ങൾക്കും അയാളെ കണക്ക് പറയണമെന്നുള്ളതും തീർച്ചയായും ആവശ്യമായ കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇന്ന് എടുത്തിരിക്കുന്ന ആ നിലപാടിന് വളരെയധികം അംഗീകാരമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ വുഹാനിൽ ഇന്നലെയും ഇന്നുമൊക്കെ നടക്കുന്ന ചർച്ചകളുടെ അവസാനത്തിൽ വന്ന അങ്ങയുടെ ഒരു ആലോചനയിൽ പാകിസ്ഥാനെ പോലെ രാജ്യം, ഇമ്രാൻഖാനെ പോലെ ഒരു പ്രധാനമന്ത്രി ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഇങ്ങനെ ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ അയാളുടെ അന്താരാഷ്ട്ര താല്പര്യം എന്തായിരിക്കും? ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ നമുക്കൊക്കെ സാധാരണ അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മുകളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ISI ഉൾപ്പെടെയുള്ള സൈന്യത്തിൻ്റെ സ്വീകാര്യതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സാധ്യമല്ല.
അദ്ദേഹം തീർച്ചയായും ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മളുടെ പഴയ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പ്രൈം മിനിസ്റ്ററായി പറയുന്ന കാര്യങ്ങൾ പലതും അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അറിയാം. അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡൻറ്റിന് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർക്ക് അങ്ങനെയുള്ള ഒരു പരാധീനതയുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മളുടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും. അത് കാരണം നാളെ ഒരു ചർച്ചകളിലൂടെ ഈ മസൂദ് അസറിനെ നമുക്ക് വിട്ടുതരുമെന്ന് പ്രതീക്ഷിക്കാൻ ഉള്ള വഴിയില്ല. അതിന് തീർച്ചയായും നമ്മളുടെ ആവശ്യം അതാണ്. അതിന് അന്താരാഷ്ട്ര അംഗീകാരവുമുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നോ നാളെയോ ഉള്ള ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അയാളെ നമുക്ക് വിട്ടുതരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അല്ല, അങ്ങ് ഒരുപാട് കാലം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുകയും രാജ്യാന്തര തലത്തിൽ നടക്കുന്ന പല ചർച്ചകൾക്കും സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ അന്തർദേശീയ തലത്തിൽ നമ്മൾ സമ്മർദ്ദം കൂട്ടുകയാണെങ്കിൽ അമേരിക്ക പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ചൈന പോലെ ചില വൻ ശക്തികൾ നമ്മെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പാകിസ്ഥാനിലെ മിലിറ്ററിയുടെ മുന്നിൽ നമുക്കൊരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഇങ്ങനൊരാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ അങ്ങയിലുണ്ടോ? ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഉള്ള സ്വീകാര്യതയുടെ അടിസ്ഥാനം തന്നെ നമ്മളുടെ വിദേശകാര്യമായാലും അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിന് അംഗീകരിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ആണ് നമ്മൾ നടത്തിക്കൊണ്ട് പോരുന്നത്. പാകിസ്ഥാനെ പോലെ മറ്റു രാജ്യങ്ങളെ കയറി ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരായിട്ട് ചാരസംഘടനകളെ വിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കാനൊന്നും നമ്മൾ തുനിയുന്ന രാഷ്ട്രമല്ല. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്നുള്ള സ്വീകാര്യതയുടെ അടിസ്ഥാനം നമ്മൾ ഇന്ന് വരെ ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അത് കാരണം ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങളും ചെയ്യാൻ. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് പാകിസ്ഥാന് മുകളിൽ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ കൂട്ടിയാൽ ആ സമ്മർദ്ദം കൂടി വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൽ കൂടി വേണം, നമ്മളുടെ സമ്മർദ്ദവും തീർച്ചയായിട്ടും അതിൽ വേണം. അത് നമ്മളതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് പാകിസ്ഥാന് മുകളിൽ ചെലുത്തേണ്ടതെന്നുള്ളത് നമുക്ക് വളരെ 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 വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ കൂലങ്കഷമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ സാറിലേക്ക് മടങ്ങി വരാം. ഇനി ഞാൻ വൈസ് അഡ്മിറൽ RP സുധനിലേക്ക് പോകുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഇൻഡോ പാക് അതിർത്തിയിലുണ്ടായി. രാജ്യം മുഴുവൻ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലായി കുറച്ച് നിമിഷങ്ങളിൽ. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ ഒരു വിഡ്രോയൽ നടത്തുന്നത് പോലെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ചർച്ച നമുക്ക് തുടരാം, പറ്റിയതെല്ലാം അബദ്ധം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വന്നത്. ഇത് നോക്കിക്കാണുമ്പോൾ ഒരു മിലിറ്ററി എക്സ്പെർട്ട് എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ഈ തന്ത്രത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? See, when the Prime Minister makes a statement like that, it must be taken with a pinch of salt. You know, in 1971, we got 93,000 soldiers surrendered. അപ്പോൾ അവരെ മടക്കി കൊടുത്തപ്പോൾ നമ്മൾ ഭുട്ടോൻ്റെ അടുത്ത് നിന്ന് കുറേ പ്രോമിസ് എക്സ്ട്രാക്ട് ചെയ്തിരുന്നു. But they didn't respect many of them. Similarly, now, I think we have got Pakistan on their knees. Yesterday's operation was fantastic. It should have been done much earlier. We have been recipient of all these terrorist attacks all these years, and we knew where it was coming from. We knew who was the originator. ശ്രീ സുധൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു. അങ്ങ് പറയുന്ന പോലെ ഒരുപാട് തീവ്രവാദി അക്രമങ്ങൾക്ക് നമ്മുടെ നാട് വിധേയമായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പല വൃത്തികെട്ട ഓപ്പറേഷൻസിനും നമ്മൾ ഇരയായിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് നേരത്തെ വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകാതിരിക്കുക, അതിന് പ്രത്യക്ഷത്തിൽ ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ കപ്പാസിറ്റി അത് നഷ്ടപ്പെട്ടു പോകില്ലേ? We are the recipient of, we are the target of these attacks, right? We should have picked up Azhar Masood long back, like the Americans picked up Osama bin Laden. He is the main culprit in this whole operation. Now that we have got them on their knees, yes, Pakistan has
is trying to balance the threshold of escalation because they know അവർക്കറിയാം നമ്മൾ ഈ എസ്കലേഷൻ ലെവലിൽ കൂട്ടിയാൽ they will be in trouble. നമ്മൾ കൺവെൻഷണൽ വാർഫെയറിൽ പോകുമ്പോഴത്തേക്കും we have complete superiority. They will have no answers. In fact, yesterday itself we showed how good our armed forces is. Namala jets, Mirage jets went deep into the territory. They didn't even know that we are coming. I will come to you, sir. Actually, I will come to you. And the Mr. Colonel Bhasi, താങ്കൾ കരുതുന്നുണ്ടോ, അതായത് പാകിസ്ഥാനിലെ ഇപ്പോഴുള്ള സൈനികവും സാമ്പത്തികവും മറ്റുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ വിലയിടിവും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയെ പോലൊരു രാഷ്ട്ര ശക്തിയോട് ഏറ്റുമുട്ടാൻ തക്ക കരുത്ത് അവർക്കുണ്ടോ? അതുകൊണ്ട് തന്നെയാണോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വളരെ തന്ത്രപൂർവ്വം ഒരു പിൻവാങ്ങൽ നടത്തിയത്? ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഗോ സം ടൈം ബാക്ക്. അതായത് നമ്മുടെ ഇന്ത്യ and Pakistan, how it was created out of hatred, lot of bloodshed. And Pakistan knows that as a nation, they cannot compete with India, whether it is nuclear, whether it is conventional warfare or unconventional. They only have to go by that low intensity warfare, which they are carrying out over a period of years in Kashmir. That is their mainstay, that economically they should bleed India. As long as they can do that, our forces are tied up there in that area in Kashmir, and we are total amount of money that we are spending, whether it is Siachen Glacier or whether sustaining the operation in Kashmir, it is unbelievable. Right. Secondly, Colonel Bhasi, അതായത് മതത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് അവിടെ ഒരുപാട് ചെറുപ്പക്കാരെയൊക്കെ ഒരു തീവ്രവാദത്തിന്റെ ഇരകളാക്കി മാറ്റിയിട്ടുണ്ടല്ലോ, ആത്മഹത്യാ സ്ക്വാഡുകളാക്കിയൊക്കെ ഇരച്ചു കയറുവാനും. ഇപ്പോൾ പുൽവാമയിൽ തന്നെ സംഭവിച്ചത് ഇങ്ങനെയൊരു ആത്മഹത്യാ സ്ക്വാഡാണ് ഇടിച്ചു കയറിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ഒരുപാട് ആളുകളെ ഇങ്ങനെ വിധേയമാക്കുന്ന, മരണത്തിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു പാകിസ്ഥാൻ രീതിയുണ്ടല്ലോ, അത്തരമൊരു രീതിയോട് സൈന്യം ഏറ്റുമുട്ടുമ്പോൾ സൈന്യം ഏറ്റവും കൂടുതൽ കരുത്ത് കാണിക്കേണ്ട ഏത് കാര്യത്തിലാണ്? ഇല്ല, ഇതിൽ the main thing is, first thing is that political will has to be there. And that there must be a combined effort by everybody to see that Kashmir, the youth is not alienated. അതായിരിക്കണം അവരുടെ priority in that area. Once that youth is not eliminated from the country, they are given job and they are brought into the mainstream. There is no question of they are going to any other side. It just no. But I was coming to one more thing which I have been telling about this Masoor Hasan. Now, everybody has been saying that we should get him back. I asked one question, is that we had him in our custody. After we had got him we are from Kashmir and brought him and stayed in Jammu jail. And then there was that Kandar, plane hijacking. And, hello? കേൾക്കുന്നു, പറഞ്ഞു. അപ്പം ഹൈജാക്കിന് ശേഷം it was a sordid scene to see our foreign minister Jaswant Singh escorting this guy back to Pakistan. Now, are we going to get him again to do the same thing? We want to get him back. What are we going to do with it? Again, lodge him in a jail. There is some sort of a hijacking. രാജ്യം മുഴുവൻ നമ്മുടെ വിമാനത്തിൽ പെട്ടുപോയവരെ രക്ഷിക്കാൻ വേണ്ടി മുറവിളി കൂട്ടുന്നൊരു വേളയിൽ ഗവൺമെന്റ് മുന്നിൽ വലിയ വലിയ സാധ്യതകളില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. ശ്രീ ടി കെ നായർ, നമ്മൾ അതിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങയുടെ അഭിപ്രായത്തിൽ, അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, അങ്ങയുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കുമ്പോൾ കാണ്ഡഹാറിൽ ഇങ്ങനെയൊരു തീവ്രവാദിയെ മടക്കിക്കൊണ്ടുവിടുന്ന ഏറ്റവും അപകടകരമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടി വന്നു എന്ന്. ഇന്ന് ഒരു പക്ഷേ അയാൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്രയധികം തീവ്രവാദത്തിൻ്റെ ബലിയാടാവുകയാണ് രാജ്യം. ഈ ഒരു സാഹചര്യം നമുക്ക് അന്നത്തെ ഒരു തീരുമാനം കൊണ്ട് ഉണ്ടായതാണെങ്കിൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാകുമായിരുന്നു. ശ്രീ ടി കെ നായർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ മധു നായർ ഈ കാര്യത്തെക്കുറിച്ച് കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മധു നായർ, താങ്കൾക്ക് പറയാം മറുപടി.
ശരിക്കും കേട്ടില്ല കേട്ടോ, എന്താണ് ചോദിച്ചത്? അതായത് നമ്മളിപ്പോൾ അന്നത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിലെ ഇത്രയധികം ആളുകൾ ആ വിമാനത്തിലുള്ളപ്പോൾ വിമാനം വരെ കത്തിച്ച് കളയും എന്ന രീതിയിൽ തീവ്രവാദികൾ ആവശ്യപ്പെടുമ്പോൾ കാണ്ടഹാറിലേക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രി ആ തീവ്രവാദി എസ്കോർട്ട് ചെയ്ത് പോയി എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ അതല്ലാതെ മറ്റേതെങ്കിലും വഴി ബാക്കിയുണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഇതിപ്പോൾ ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് സ്റ്റെപ്പാണ് അന്നത്തെ പ്രധാനമന്ത്രി എല്ലാം കൂടെ എടുത്തത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചോ അതിൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഡോക്ടർ മോഹൻ പിള്ളയ്ക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചോട്ടെ. ഒരു സെക്കൻഡ്, ഡോക്ടർ മോഹൻ പിള്ള, താങ്കൾക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രൂപ്സിന്റെ മൊറാൽ ഡൗൺ ആയ ഒരു സാഹചര്യമാണത്. വളരെയധികം കഷ്ടപ്പെട്ട് പിടിച്ചതിന് ശേഷം ജമ്മു ജയിലിലടച്ച ഒരു കൊടും ഭീകരനെ തിരിച്ച് റിലീസ് ചെയ്ത ഒരു സംഭവമാണത്. അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ പ്രഷർ കൂടുതലെപ്പോൾ വി ഷുഡ് ഹാവ്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഹെൽപ്പ് എടുത്ത് പ്രഷറൈസ് കൂടുതൽ ചെലുത്തിക്കൊണ്ട് അവരെ റിലീസ് ചെയ്യിപ്പിക്കുക, അതൊരു ഓപ്ഷൻ ആയിരുന്നു. ബട്ട് ഐ ആം നോട്ട് കമ്മിങ് ടു ദാറ്റ്. ബട്ട് ഒറ്റക്കാര്യം ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, കാരണം ഇത് തുടങ്ങിയത്, ഈ ഹൈജാക്ക് എന്ന് പറയുന്ന ഡ്രാമ തുടങ്ങിയത് എന്നു മുതലാണ്? ഈ ഹൈജാക്ക് തുടങ്ങിയത് മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകളെ റുബയ്യയെയും അതുപോലെ തന്നെ സോസ് എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ മകളെയും ഹൈജാക്ക് ചെയ്ത് ഇവരെ ഈ ടാക്ടിക്സ് കാലാകാലങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഇത് രാഷ്ട്രീയക്കാരുടെ തന്ത്രമാണ്. അതായത് പിന്നീട് ഡ്രാമ ഫേക്ക് ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വെളിയിൽ വന്നു. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകള് ഇപ്പോഴത്തെ പ്രീവിയസ് ചീഫ് മിനിസ്റ്ററുടെ എൽഡർ സിസ്റ്ററാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടവുമാണ്. അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു, എനിബഡി വിത്ത് എ വെപ്പൺ ഹി ഈസ് എ ടെററിസ്റ്റ്. ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ താമസിക്കുന്ന ഒരാൾക്ക് ആയുധം എടുക്കേണ്ട ആവശ്യം എന്താണ്? ആ ആയുധം എടുക്കേണ്ടയാൾ തീർച്ചയായും രാജ്യദ്രോഹിയാണ്. എലിമിനേറ്റ് ചെയ്യണം രാജ്യദ്രോഹികളെ, അതാണ് ആവശ്യം. അല്ലാതെ വീണ്ടും അവർക്ക് ഓശാന പാടുന്ന ഒരു പോളിസി വീണ്ടും ചെയ്യുന്നതുകൊണ്ടാണ്. ടി കെ നായർ സാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സാർ വിത്ത് ഡ്യൂ റെസ്പെക്ട് ഐ ആം ജസ്റ്റ് റിക്വസ്റ്റിംഗ് വൺ തിങ്, ബിക്കോസ് യു ഗോട്ട് അഡിക്വേറ്റ് എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹൈ ഓഫീസ്. സാർ, ഇന്നത്തെ ദിവസം മാതിരി ഫേവറബിൾ ആയിട്ട് ഇന്ത്യക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഹിസ്റ്ററിയിൽ, ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ലോക രാജ്യങ്ങളും ഒന്നിച്ച് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസരം വന്നിട്ടുണ്ടോ? ഇല്ല. മോഹൻ പിള്ളയുടെ അഭിപ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്? ഇന്നത്തെ അവസ്ഥ മീഡിയേഷൻസ് നോക്കണമായിരുന്നു. അന്നേരപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അമേരിക്കയും അല്ല എന്നുണ്ടെങ്കിൽ ചൈനയും, ആ സമയത്ത് ചൈനയുമായിട്ടുള്ള റിലേഷൻ നമ്മുടെ സ്ട്രെയിൻഡ് അല്ലായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ടി കെ നായർ സാറിനോട് ചോദിക്കട്ടെ. ടി കെ നായർ സാർ, ഇത് ഡോക്ടർ മോഹൻ പിള്ള പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ നമ്മുടെ പിന്നിലുണ്ട് എന്ന വിശ്വാസത്തിൽ ഒരു ലിമിറ്റഡ് സ്കെയിലാണെങ്കിൽ പോലും, ഒരു കൺവെൻഷണൽ വാറിലേക്കാണെങ്കിൽ പോലും ഇന്ത്യ പോകണമായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഇന്നത്തെ കാലത്തിന് ചേർന്ന തീരുമാനമായിരിക്കുമോ? തീർച്ചയായും അല്ല എന്ന് ഒരു സംശയം കൂടാതെ ഞാൻ പറയുന്നു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇന്നത്തെ സാഹചര്യത്തെ ഒരു യുദ്ധത്തിലൂടെ നമ്മളുടെ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി പ്രയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അത് മൗഢ്യമായിരിക്കും. ഇന്ന് നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരത്തിൻ്റെ ഏറ്റവും അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും നമ്മൾ വലിയ ചിന്ത കൂടാണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു വൈകാരികമായ ഒരു പ്രതികരണത്തിന് നമ്മൾ പോയാൽ. തീർച്ചയായും അങ്ങനെ വൈകാരികമായ ഒരു പ്രതികരണമല്ല ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നും ലോക സമൂഹം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ലോക സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ്റെ നേരിട്ടുള്ളതും അല്ലാതെയുള്ളതുമായ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ഇരയാണ്. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് അല്ലെങ്കിൽ ഇന്നലെയും നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് വാസ് ദി ടെററിസം which was exported onto the Indian soil from Pakistan. The world over, it has been recognized that
Pakistan harbors terrorists, and in spite of their protestations that there are no terrorist hideouts in Pakistan, they have been proved to be totally incorrect. And now this is the time when we have, in the international community, got great acceptance of our stand. The latest, that is in Wuhan, ചൈനയും ഇന്ത്യയും റഷ്യയും, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സഹായിയായിരിക്കുന്ന ചൈന പോലും പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ അവസരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മതിയും അവരുടെ അക്സെപ്റ്റൻസുമാണ് നമ്മളുടെ വലിയ ശക്തികളിലൊന്ന്. നമ്മളുടെ സൈനിക ശക്തിയെ ഞാൻ ഒരിക്കലും താഴ്ത്തി പറയില്ല. പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ സൈനിക ശക്തി വളരെ വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എല്ലാം പാകിസ്ഥാനെക്കാട്ടിൽ കൂടുതൽ ശക്തമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പാകിസ്ഥാനും അറിയാം, നമുക്കും അറിയാം, ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും അറിയാം. പക്ഷേ നമ്മളുടെ ശക്തിയെ എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക, അതിനെ ഏത് തരത്തിൽ ഉപയോഗിക്കണം, ആ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിനും ഏറ്റവും എന്താ പറയുക, അമേരിക്കയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയ അല്ലെങ്കിൽ അമേരിക്ക, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് പോലും സൈന്യശക്തിയുടെ ബലത്തിൽ മാത്രം അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അമേരിക്കയും നോർത്ത് കൊറിയയുമായിട്ട് ഏറ്റവും അണുവായുധം പ്രയോഗിച്ചുള്ള യുദ്ധത്തിൻ്റെ വക്കിലെത്തിയതിന് ശേഷം ഇന്നിപ്പോഴേ നോർത്ത് കൊറിയയുടെ പ്രസിഡൻറ്റും അമേരിക്കയുടെ പ്രസിഡൻറ്റും ദേ ആർ ഇൻ ഡിസ്കഷൻ ടു റിസോൾവ് ദ പ്രോബ്ലം. സോ ലോകത്തിലുള്ള ഇന്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യുദ്ധം മുഖേന ആ പ്രശ്നത്തെ പരിഹരിക്കാമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാർ. ശ്രീ മധു നായർ, താങ്കളോട് ഞാൻ തുടർന്ന് ചോദിക്കുകയാണ്. അതായത് സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നോർത്ത് കൊറിയയും അമേരിക്കൻ പ്രസിഡന്റും പരസ്പരം കടിച്ചു കീറാൻ തീരുമാനിച്ചു നിന്ന ആളുകൾ ഇപ്പോൾ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക്, മേശയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യം, ലോകത്ത് ഇത് വലിയൊരു എക്സാമ്പിളാണ്. കാര്യം നോർത്ത് കൊറിയൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച ഉടൻ നടക്കുമെന്ന് പോലും ഒരു സമയത്ത് ലോകത്തിലെ ഒരു രാജ്യവും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം ഇന്ത്യയും പാകിസ്ഥാനെയും നമ്മൾ വിലയിരുത്താൻ എന്നുള്ള ഒരു കണക്ക് കൂട്ടലായിരിക്കണം, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ആയിരിക്കണം നമ്മളെ നയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മധു നായർ. പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തണമെന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല. ആ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ ഇതിനൊരു അന്ത്യം കാണാനായിട്ട്. പക്ഷേ എൻ്റെ സംശയം, ഇപ്പോൾ പാകിസ്ഥാനെ യുദ്ധത്തിൽ തന്നെ തോൽപ്പിച്ച് കാശ്മീരിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിലും വളരെ കഴമ്പില്ല. കാരണം പാകിസ്ഥാനെ നമ്മളൊരു യുദ്ധത്തിൽ തോൽപ്പിച്ചതല്ലേ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെ രണ്ടായിട്ട് പുകത്ത് കീറിയില്ലേ, എന്നിട്ട് കാശ്മീർ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടോ? ഇവിടെയുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ഇഷ്യൂ പാകിസ്ഥാൻ്റെ ഒരു തുറുപ്പ് ചീട്ടാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സാധാരണ എ നേഷൻ ഹാസ് എൻ ആർമി, പക്ഷേ ഇവിടെ കാണുന്നത് an ആർമി ഹാസ് എ നേഷൻ. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രോബ്ലം. അപ്പോൾ ഇതിനെതിരായിട്ട് അതിനെ എന്തെങ്കിലും വിധത്തിൽ ഡയലൂട്ട് ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക്കലി, ഡിപ്ലോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് ഏതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. ഇതൊരു ജനാധിപത്യ മൂല്യങ്ങൾ അവിടെ ഊട്ടിയുറപ്പിക്കാനായിട്ടുള്ള കോവേർട്ട് ആൻഡ് അവോർട്ട് ആക്ഷൻസ് ഒന്നും തന്നെ കണ്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് കാശ്മീരിൽ 6 കൊല്ലം വിദ്യാർത്ഥിയായിട്ട് താമസിച്ച ഒരാളാണ് ഞാൻ. 1963 തൊട്ട് 1969-70 വരെ അവിടുത്തെ ജനങ്ങളുടെ സ്പന്ദനങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. സത്യം ഇതാണ്, കാശ്മീരിലെ ജനത ഞാൻ വളരെ ക്ലിയറായിട്ട് പറയുന്നത് 99% നമ്മളെ വിചാരിക്കുന്ന രീതിയിൽ നമ്മളോടൊപ്പം അല്ല. എന്നാൽ അവർ പാകിസ്ഥാനോടൊപ്പമാണോ? അതുമല്ല. ഇതാണ് അവസ്ഥ. നമുക്ക് കാശ്മീരിൽ അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് ഒട്ടും തന്നെ അധികാരമില്ല. 1948 ഉണ്ടായ ഒരു അക്രമം അറിയാമല്ലോ എല്ലാവർക്കും. അത്തരത്തിൽ ഒരു സോർട്ട് ഓഫ് ട്രൈബൽ അറ്റാക്ക് ഉണ്ടായി. അന്ന് കാശ്മീർ വാലിയെ രക്ഷിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ ആദ്യം റെസിസ്റ്റ് ചെയ്തിരുന്ന ഇന്നത്തെ കരൺ സിംഗിൻ്റെ അച്ഛൻ രാജാവ് ഹരി സിംഗ് അവസാനം പി മേനോൻ്റെ കൊണ്ടുവന്ന് ഇൻഡാസിൽ ഒപ്പിടുകയും അങ്ങനെയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സൈന്യം അവിടെ പ്രവേശിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാശ്മീർ വാലിയുടെ പങ്ക് എന്തായിരുന്നു? മഹാത്മാഗാന്ധി കാശ്മീരിൽ പോയിട്ട് പോലുമില്ല.
അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻ്റൽ അനക്സേഷനാണ് ഉണ്ടായത്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനേക്കാളും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം തന്നെയാണ്. അപ്പോൾ കാശ്മീരിലെ ജനതയെ കയ്യിലെടുക്കുവാനായിട്ടുള്ള ഗിമിക്കുകൾ കാലാകാലങ്ങളായിട്ട് ഭരണകക്ഷി, എസ്പെഷ്യലി വളരെ കാലം അധികാരത്തിൽ കോൺഗ്രസ് കക്ഷി അവിടെ പ്രയോഗിച്ചു. ആദ്യത്തെ എത്രയോ കൊല്ലക്കാലം അവിടുത്തെ തിരഞ്ഞെടുപ്പൊക്കെ വളരെ റിഗ്ഡായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന മണ്ഡലം എനിക്ക് ഓർമ്മയുണ്ട്, ഹസ്രത് ബാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ 800 ജില്ലാ വോട്ടർമാരുള്ളതിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ 3 പേര് 4 പേരാണ് വോട്ട് ചെയ്തിരുന്നത്. റേഷൻ കാർഡും കൊണ്ട് ചെന്നില്ലെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാത്ത റേഷൻ കാർഡ് ക്യാൻസൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ആ ജനതയെ കയ്യിലെടുക്കുവാൻ എന്തെല്ലാമാണോ ചെയ്യരുതാത്തത് അതെല്ലാം കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇതിനൊരു സിനറിയോ പറയാം. 1948 അമേരിക്കൻ ഐക്യനാടുകളുടെ ഇപ്പോൾ ഭാഗം എന്ന് പറയുന്ന പോർട്ടോറിക്കോ എന്ന് പറയുന്ന സ്ഥലം, പോർട്ടോറിക്കോ ഒരു കോളനി പോലെ ആക്സിഡൻ്റലി അമേരിക്കയ്ക്ക് സ്പാനിഷ് വാറിൽ കിട്ടിയ സ്ഥലമാണ്. പോർട്ടോറിക്കോക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും അമേരിക്കൻ തലസ്ഥാന ക്യാപിറ്റൽ ഹില്ലിൽ തീ വയ്ക്കുകയും ചെയ്തു 1948. അന്ന് നടന്ന ആ സംഭവം ഇന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പോർട്ടോറിക്കോക്കാർ സമരം ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കി ഞങ്ങളെ തീർക്കണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളൊരു വളരെ വലിയൊരു പവറാവുകയും അതിൻ്റെ രീതിയിൽ ഇൻ്റർനാഷണലി നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാകുകയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരിലെ ജനതയുടെ അഭിപ്രായം മാറുമെന്നുള്ളൊരു സംശയമില്ല. ഇപ്പോൾ ചൈന ടിബറ്റിൽ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഡെമോക്രാറ്റിക് എലമെൻ്റ് ഇല്ല, അതുകൊണ്ടൊരു സുസ്ഥിരതയില്ല. ഇതാണ് അവർക്ക് ബേസിക്കലി ഞാൻ ഇതിനകത്തുള്ളൊരു പൊളിറ്റിക്കൽ റീസൺ ശ്രീ എം എസ് കുമാറിനോട് ചോദിക്കട്ടെ. ശ്രീ എം എസ് കുമാർ, ഇന്ന് കൂടിയ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയമായി പുൽവാമയ്ക്ക് ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ ഭരണകക്ഷി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ കടുത്ത ഒരു ചർച്ച തന്നെ ഇക്കാര്യത്തിൽ നടത്തി. അവർ ഭയപ്പെടുന്നുണ്ട്, നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കക്ഷിയും ഒരുപക്ഷെ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമോ, അതിനെ എങ്ങനെ ചെറുക്കണമെന്ന് അവർക്കറിയാം എന്ന് തോന്നുന്നില്ല. പക്ഷെ അവരങ്ങനെ അഭിപ്രായപ്പെടുന്നു. ശ്രീ എം എസ് കുമാർ, എന്തെങ്കിലും ന്യായമുള്ള ഒരു അഭിപ്രായമാണോ? 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ അതിൽ ഈ രാജ്യത്തുണ്ടായ ഭീകരപ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. അത്തരം ഭീകരപ്രവർത്തനങ്ങളെ നേരിടാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ചർച്ചയാകും. അതൊക്കെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെന്ന് പറയുന്നത്, അതും ഉൾപ്പെടുന്നതല്ലേ. അതിലെന്തെങ്കിലും പോരായ്മയോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പ്രതിപക്ഷങ്ങൾക്കുണ്ടല്ലോ. അവരെന്തിനാ ഇതിനെ ഭയപ്പെടുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയത് ഭരണകക്ഷി അല്ലല്ലോ. സ്വാഭാവികമായും ഉണ്ടായ സംഭവങ്ങൾ, സ്വാഭാവികമായും രാജ്യം പ്രതികരിച്ച രീതി, ഇതൊക്കെ ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് വേദി ചർച്ചയാകും. അത് തടയാൻ സാധിക്കും ആർക്കെങ്കിലും? ഈ ഡോക്ടർ മോഹൻ പിള്ളയുടെ ഒരു അഭിപ്രായം താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. അതായത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ കൈ കിട്ടിയപ്പോൾ നമ്മളത് ഉപയോഗിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, എനിക്ക് അത് കേൾക്കാൻ സാധിച്ചില്ല. എന്തോ അല്ല, അദ്ദേഹം പറഞ്ഞ ഇതാണ്, നമ്മുടെ ഇന്ത്യ ലോക രാജ്യങ്ങൾ മുഴുവൻ നമ്മളെ പിന്തുണയ്ക്കുന്നു. ഫ്രാൻസും ഇസ്രയേലും ചൈന വരെ നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ സമയമായിരുന്നു എന്നാണ്. ഒരു സ്ഥലത്തൂടെ നെഗോഷിയേറ്റ് ചെയ്യുന്നു, മറു സ്ഥലത്തൂടെ നമ്മൾ ഒരു മിലിറ്ററി അറ്റാക്ക് നടത്തുന്നു. ഈ രീതിയിലൊരു സംഭവമാണെന്ന് തോന്നുന്നു ഡോക്ടർ മോഹൻ പിള്ള ഉദ്ദേശം തോന്നുന്നു. അതൊക്കെ നയതന്ത്ര രംഗത്തെ വിദഗ്ധന്മാർ പറയേണ്ട അഭിപ്രായങ്ങളാണ്. അത്തരത്തിലാണോ വേണ്ടിയിരുന്നത്? ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാരും മോശക്കാരല്ലല്ലോ. അവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഓപ്പറേഷനിൽ നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്, നമ്മളത് വിസ്മരിക്കരുത്. നയതന്ത്ര രംഗത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ച വിജയമാണ് പ്രധാനം. ചൈനയടക്കം നമ്മൾ പോലും പ്രതീക്ഷിച്ചതല്ല, പാകിസ്ഥാനെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചു പോന്നിരുന്ന അവരുടെ വലിയൊരു സുഹൃത്ത് രാഷ്ട്രമായി നമ്മുടെ അയൽ രാജ്യത്ത് നമുക്കൊരു തലവേദനയായിരുന്ന ചൈന പോലും ഈ കാര്യത്തിൽ പാകിസ്ഥാനെ അത്ര കണ്ട് അനുകൂലിച്ചില്ല എന്നുള്ളതൊരു വലിയ അനുകൂല ഘടകമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾ, പ്രബല രാഷ്ട്രങ്ങളെല്ലാം ഭീകരതയെ ചെറുക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ഒരു കാര്യം ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പാകിസ്ഥാനല്ല ഇന്ത്യയുടെ ശത്രു, ഭീകരവാദികളാണ്. ഭീകരവാദമാണ് ഇന്ത്യയുടെ ശത്രു. ആ ഭീകരവാദത്തെ അവസാനിപ്പിക്കുന്നതിന് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു യുദ്ധമുണ്ടാക്കി പാകിസ്ഥാനെ തകർക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ലക്ഷ്യം. ഭീകരവാദത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ നടന്ന ഇന്ത്യയുടെ അറ്റാക്ക്. അത് കൃത്യമായി ആ ഭീകരവാദ ക്യാമ്പിൽ മാത്രം
ഒരു പാകിസ്ഥാനിലെ ഒരു പൗരന് പോലും ഒരു പോറലേൽക്കാതെ, പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഒരു യാതൊരു അസ്വാരസ്യവും ഉണ്ടാക്കാതെ ആ ദൗത്യം പൂർത്തീകരിച്ച ഇന്ത്യൻ സൈന്യത്തെ ഇന്ന് ലോകം മുഴുവൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു മാർഗ്ഗം ഉണ്ടോ എന്നുള്ളതൊക്കെ അത് ശ്രീകുമാർ, എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞ ഏതൊരു അഭിപ്രായത്തോട് ഡോക്ടർ മോഹൻപിള്ളയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഡോക്ടർ മോഹൻപിള്ള പറഞ്ഞോളൂ, എന്താണ് പറയാൻ വന്നത് താങ്കൾ? ശ്രീ കുമാർ, ഒരു സെക്കൻഡ്. സാർ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇതിനു മുമ്പ് സംസാരിച്ച നായർ സാർ എന്തോ എന്ന് പറഞ്ഞു കൺവെൻഷണൽ വാർ. ഞാൻ ഒരിക്കലും കൺവെൻഷണൽ വാറിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അറ്റ് ദ സെയിം ടൈം 2-3 ചോദ്യങ്ങൾ മാത്രം സാറിനോട് എനിക്ക് ചോദിക്കാൻ. അതല്ല ഡോക്ടർ മോഹൻപിള്ള, തർക്കമല്ല. അതായത് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും രാജ്യം അത് ഉപയോഗിച്ചില്ല എന്ന രീതിയിലായിരുന്നു താങ്കളുടെ അഭിപ്രായം പറഞ്ഞത്. അപ്പൊ താങ്കളുടെ മനസ്സിലൊരു ലിമിറ്റഡ് സ്കെയിലാണെങ്കിൽ പോലും ഒരു വാറാണോ എന്നാണ് എന്റെ ചോദ്യം. ഉപയോഗിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം. അതായത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ നയതന്ത്രപരമായിട്ട് 100% വിജയിച്ച, അതുപോലെ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നു വരെ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഞാൻ പറയുന്നത്, ടെററിസ്റ്റ് ക്യാമ്പിനെ റൂട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഓൾ ദ വേ നമ്മൾ പോകണം. അത് വാറല്ല. പക്ഷേ പാകിസ്ഥാനിൽ പോയി അവിടെ അറ്റാക്ക് ചെയ്ത് തിരിച്ച് ടെററിസ്റ്റ് ക്യാമ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു അമേരിക്കയും കൊറിയയുമായിട്ടുള്ളത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കൊറിയയിൽ നിന്ന് ഒരു ടെററിസ്റ്റ് ക്യാമ്പ് കൊറിയയിൽ വർക്ക് ചെയ്തുകൊണ്ട് കൊറിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് അമേരിക്കൻ മണ്ണിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതുപോലെ ചർച്ചയ്ക്ക് വരുമോ, അവിടെ ബോംബിടുവോ? ഇത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അതുപോലെ തന്നെ നായർ സാർ പറയുന്നുണ്ട് കൺവെൻഷൻ എന്തോ പറയാൻ ശ്രമിക്കുന്നു തോന്നുന്നു. ശ്രീ സുധൻ, താങ്കൾ എന്താ പറയാ? ശ്രീ മോഹൻപിള്ള, ഒരു സെക്കൻഡ്. ശ്രീ സുധൻ, എന്താ താങ്കൾ പറയാൻ വന്നത്? ചർച്ച ചെയ്യേണ്ടത് പാകിസ്ഥാൻ ആർമിയോടാണോ ചർച്ച ചെയ്യേണ്ടത്? ആർക്കാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്നത്? ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട്. പ്രൈം മിനിസ്റ്ററോട് ചർച്ച ചെയ്താൽ അത് ഇന്ത്യയുടെ അധികാരമാണ്. അവിടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പപ്പറ്റാണ്. ആരോടാണ് ചർച്ച? അതുപോലെ തന്നെ അസർ മസൂദിനെ കിട്ടില്ല എന്ന് പറയുന്നു. കിട്ടണ്ട. വീണ്ടും ഇതുപോലെ ചർച്ച ചെയ്ത് സോൾവ് ചെയ്തതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പുൽവാമയല്ല മറ്റുള്ള അവന്തിപ്പൂർ ആയിരിക്കും വീണ്ടും നടക്കാൻ പോകുന്നത്. അന്ന് ആര് ഉത്തരവാദം പറയും? നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ള തെറ്റുകൾ ഇത് തന്നെയാണ്. ഇപ്പോൾ അവസരം കിട്ടിയ ടെററിസ്റ്റുകളെ കംപ്ലീറ്റ് തൂത്തുവാരണം എന്നുള്ള ഒരു അവസരം ഇപ്പൊ കിട്ടിയിരിക്കുന്നു. എൻ്റെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈസ് സപ്പോർട്ടിംഗ് ഫോർ ഇന്ത്യ that to root out the terrorism, not for the conventional war with the Pakistan. This is what the ideal time which we have to utilize it. അതാണ് നാം പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആര് ഉത്തരവാദി? 3 വർഷം ഡോക്ടർ മോഹൻപിള്ള പറയുന്നത് പോലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഈ തീവ്രവാദികളെ മുഴുവൻ എലിമിനേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ചർച്ചയിലൂടെ മോഹൻപിള്ള, ഒരു സെക്കൻഡ്. ഡോക്ടർ മോഹൻപിള്ള, ഒരു സെക്കൻഡ്. ഡോക്ടർ സുധൻ, ശ്രീ സുധൻ എന്ന് പറഞ്ഞോട്ടെ. ശ്രീ ആർ പി സുധൻ, അതുപോലെ തന്നെ ചെയ്തുകൊള്ളാൻ എന്താണിത്? 3 വർഷത്തേക്ക് 4 വർഷത്തേക്ക് ശ്രീ മോഹൻപിള്ള, ഞാൻ ഒരു സെക്കൻഡ്. ശ്രീ സുധൻ പറഞ്ഞോളൂ. നമ്മൾ ഈ ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ the end state must have been very clear. The end state that we desired was a terrorist-free Pakistan. This is the first step. നമ്മൾ അവരുടെ ഹൈഡൗട്ടും ലീഡർഷിപ്പിനെ എല്ലാം അറ്റാക്ക് ചെയ്തു. Now we must take this forward to ensure that end state is achieved. But if it requires low-level conflict, a slight escalation, so be it. But since we have started this whole operation, we must see that the end state is achieved. Ellengil the whole effort will go waste. For that, first of all, the armed forces of Pakistan has to understand that they cannot confront India. And that the only way to do that is a low-scale conflict. We must ensure that the threshold doesn't go up to a nuclear level. It can't be a full-scale conventional war. It has to be a low-scale skirmishes, operations like this, and targeting the terrorists. We got the support of all the countries in the world, and so we are on a strong wicket. And we have every right to take out the terrorists who have been a big source of irritation for us. They've been bleeding us all these years. So that must be very clear. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ കുമാർ, ഡോക്ടർ മോഹൻപിള്ള പറയുന്ന ഒരു കാര്യം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് തീവ്രവാദികളെ ഉന്മൂലനാശം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരു ലോക സമൂഹം മുഴുവൻ നമ്മളെ പിന്തുണയ്ക്കുന്ന വേളയിൽ നമുക്ക് കിട്ടിയത് ഇന്ന്. അതെങ്ങനെയെന്നാണ് അദ്ദേഹം പറയുന്നത്?
ഇപ്പോൾ ഭീകരവാദികളുടെ ക്യാമ്പുകൾ കൃത്യമായി മനസ്സിലാക്കി അവിടം തകർത്തു. നിരവധി ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് അനുമാനം. ഇനി ഇന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന വ്യക്തമായ സൂചന അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലല്ലാതെ വേറെ എങ്ങനെയാണ് ഭീകരവാദികളെ ആക്രമിക്കണമെന്നുള്ളതാണ് എനിക്കറിയില്ല. അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള വർഷങ്ങളോളം പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നേരത്തെ ചർച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയുടെ പ്രധാന പ്രശ്നം അവിടെ ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയും മന്ത്രിസഭയും പാർലമെൻറ്റും ഒന്നും അവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരല്ല. അവരെല്ലാം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. സൈന്യം പോലും ചില ശക്തമായ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ സൈന്യത്തിലും വലിയ സ്വാധീന ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ സങ്കീർണമായ രാഷ്ട്രമാണ്. നമ്മളിവിടെ പറയുന്നത് പോലെ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി, മന്ത്രിസഭ അവർക്കൊക്കെ ഉള്ള ഒരു ശബ്ദം, ഒരു നിയന്ത്രണം ഒന്നും അവിടുത്തെ സൈന്യത്തിൻ്റെ മേൽ അവിടുത്തെ ഭരണകൂടത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ ഇമ്രാൻഖാൻ ഒരു ചർച്ചയ്ക്കൊക്കെ സന്നദ്ധമാണെന്ന് പറഞ്ഞാലും അത് അവിടുത്തെ സൈന്യം ഏത് തരത്തിൽ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തെയും നിയന്ത്രിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഏത് തരത്തിൽ ഉൾക്കൊള്ളും എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചർച്ച എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പറയുന്നത് കേട്ട് മാത്രം അങ്ങനെ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതേസമയം ഇന്ത്യ അതിർത്തി കാക്കാൻ ശക്തമായ ഒരു രാജ്യമാണ് എന്നുള്ളത് ലോകത്തിനത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു പൈലറ്റ് ഇന്ന് അവരുടെ കസ്റ്റഡിയിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിർത്തിയിൽ വേറെ പ്രത്യേകിച്ച് സംഘർഷമൊന്നും ഇനി പാകിസ്ഥാൻ ഉണ്ടാക്കുമെന്ന് സാധാരണ നിലയിൽ കരുതാൻ ന്യായമില്ല. പിന്നെ തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ അവർ പരാജയപ്പെട്ടത് ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട്, സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട്. അതൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ചില്ലറ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിർത്തിയിൽ ഉണ്ടാക്കും എന്ന് മാത്രമേ കരുതാൻ ന്യായമുള്ളൂ. ശ്രീ മോഹൻപിള്ള, ഒന്നോ രണ്ടോ വാചകത്തിൽ പറഞ്ഞാൽ താങ്കൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഈ ടെററിസ്റ്റുകളെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നാണ്? ഹലോ, താങ്കൾ കേട്ടോ താങ്കൾ? അതായത് താങ്കൾ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു ലോക പിന്തുണയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ തീവ്രവാദികളുടെ ക്യാമ്പുകൾ തകർത്തെറിയണം എന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെ ഒരു ഉന്മൂലനം ചെയ്യണം എന്നാണ് താങ്കൾ മനസ്സിൽ ഉദ്ദേശിച്ചത്? സർജിക്കൽ സ്ട്രൈക്ക് 1 നടത്തി ടെററിസ്റ്റ് ക്യാമ്പ് റെയ്ഡ് ചെയ്തു. നമ്മൾ എന്നിട്ട് അടങ്ങിയിരുന്നു. ഒരു ടെററിസ്റ്റ് കൊണ്ട് കാര്യങ്ങൾ തീർന്നോ? കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെററിസ്ഥാനിൽ ഇൻഡസ്ട്രിയാണ് ജിഹാദ് ഇൻഡസ്ട്രി. അത് മാത്രമേ ഉള്ളൂ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജിഹാദികളെയാണ്, ടെററിസ്റ്റുകളെയാണ്. ഈ ഒരൊറ്റ ഇൻഡസ്ട്രി അവിടെ ഉള്ളൂ. ഈ ഒരു ഇൻഡസ്ട്രി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം ആൾക്കാരെ ജയിൽ വിമോചിതരാക്കി. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? കാശ്മീർ. എന്തു പറഞ്ഞാലും അവിടെ വെച്ചിട്ടാണ് കാര്യങ്ങളുടെ തുടക്കവും ഒടുക്കവും. അതാണ് കാശ്മീരാണ്. ആ ഒരു ഇതിൽ വെച്ചിട്ട് ടെററിസ്റ്റുകൾ ഇപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഒരു പോയിന്റ് കാര്യം, എഗനിസ്റ്റ് ടെററിസം, എഗനിസ്റ്റ് ടെററിസ്റ്റ്. Because entire world community is suffering because of that. That is why they all are one and among all and supporting. And ആ ഐഡിയൽ ക്ലൈമറ്റ് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം അത് മറ്റുള്ള ചൈനയുണ്ടല്ലോ, ചൈനയുടെ സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ റഷ്യയുടെ സപ്പോർട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രം നമുക്ക് ഫർദർ ഹൈഡ് ഔട്ട്സ് ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ എന്തായാലും പുൽവാമ അറ്റാക്കിന് ശേഷം തീർച്ചയായിട്ടും അവിടെ ക്യാമ്പ് ഫുൾ മോഹൻപിള്ള, എന്റെ ഒരു സംശയം, അതായത് സൈന്യത്തിലേക്ക് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ സർക്കാരിനെ ഉപദേശിക്കുന്നതും അതുപോലെ സൈനിക മേധാവികളാണല്ലോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അത് ഒരു സാധാരണ ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിലല്ലല്ലോ ഇതൊന്നും എടുക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ സാഹചര്യവും അവർ പരിഗണിക്കുമല്ലോ. അപ്പോൾ അവരൊന്നും എടുത്ത തീരുമാനം പ്രായോഗികമായില്ല എന്നാണോ താങ്കൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? അല്ല, അതല്ല ഞാൻ പറയുന്നത്. കാര്യം ഇന്നേ വരെ 47 ശേഷം ഇന്നുവരെ ഇതുപോലെ ഒരു സാഹചര്യം ഇന്ത്യക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത്. അന്നൊക്കെ നമ്മൾ ചാൻസ് എടുത്തത് കാരണം മറ്റുള്ള രാജ്യങ്ങൾ നമുക്ക് സപ്പോർട്ടില്ലായിരുന്നു. ഒരു കാര്യം കൂടെ പറയൂ, ഇപ്പോൾ ഇസ്ലാമിക് കൺട്രീസ് പോലും ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ബംഗ്ലാദേശ് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ അമേരിക്ക ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞു, യു കനോട്ട് അറ്റാക്ക് പാകിസ്ഥാൻ എന്നാണ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത്. അത് കൂട്ടാക്കാതാണ് നമ്മൾ പോയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എങ്കിൽ ഒരു കാര്യം പറയൂ, ഈ അസർ മസൂദിനെ കിട്ടാതെ ഒരു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ആരുമായിട്ട് ചർച്ചയ്ക്ക്? പിന്നീട് 3 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിന്റെ വിക്ടിമാവുകയാണ്. ഇതിനൊരു സൊല്യൂഷൻ കൂടെ അവർ പറയട്ടെ. ഓക്കെ, ശ്രീ ടി കെ നായർ, ഈ ഡോക്ടർ മോഹൻ പിള്ള, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പട്ടാളക്കാരന്റെ മാനസിക ഭാവവും അതുപോലെ ഒരു പട്ടാളക്കാരൻ്റെ ആവേശമൊക്കെ ഉണ്ടാകും, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഈ ജിഹാദികളെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച ഒരാളാണ് അദ്ദേഹം എന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നാലും ഒരു രാജ്യ തന്ത്രജ്ഞതയിൽ ആലോചിക്കുമ്പോൾ, ഒരു വൈദേശികമായ രാജ്യത്തിൻ്റെ പ്രസക്തി ആലോചിക്കുമ്പോൾ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ നിലപാടുകൾ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഒരു കക്ഷിക്ക്? ശ്രീ ടി കെ നായർ, അല്ല, തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഈ ക്യാമ്പുകൾ എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഈ ചോദ്യം ശ്രീ ടി കെ നായരോടാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കുറച്ചധികം കാലം പ്രവർത്തിച്ച ആളാണല്ലോ. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പലപ്പോഴും കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ അദ്ദേഹം. നമ്മളെക്കാളും ഒക്കെ പരിചയസമ്പന്നനാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ശ്രീ ടി കെ നായർ, ഒരു സെക്കൻഡ് ഡോക്ടർ മോഹൻ പിള്ള, ഒരു സെക്കൻഡ്. ശ്രീ ടി കെ നായർ ഒന്ന് സംസാരിച്ചോട്ടെ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വൈകാരികമായ പ്രതികരണങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ മേധാവികൾക്കോ ഒരു എടുക്കാവുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെതെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് പല ബഹുമാന്യരായ വ്യക്തികളും സൂചിപ്പിച്ച മാതിരി നമുക്ക് ഇന്ന് കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നാം കൈവരിച്ചിട്ടുള്ള ഡിപ്ലോമാറ്റിക്കലി ഇൻ്റർനാഷണലി ദി അക്സെപ്റ്റൻസ് ദാറ്റ് വി ഹാവ്, I am afraid we will be wasting it, we will be ruining it if we follow a course which is based on or which is prompted by our emotional response to a situation which has arisen. തീർച്ചയായിട്ടും the bone of contention of Kashmir between India and Pakistan is the root cause of all these problems. During the last 70 years or so, successive governments have been trying in their own way. But unfortunately, the problem still has not been solved. ഇവിടെ ഇതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത ഒരു ബഹുമാനപ്പെട്ട വ്യക്തി പറയുകയുണ്ടായി, കാശ്മീരിലെ ജനങ്ങളെ അവരുടെ വികാരങ്ങളെയും അവരുടെ വിചാരങ്ങളെയും കണക്കിലെടുത്ത് അവരെ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള പൗരന്മാരെ പോലെയുള്ളവരാണ് എന്ന് അവർ മനസ്സിലാക്കി അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം. അവരെ ഇന്ന് വരേക്കും പല കാര്യങ്ങളിലും അവർക്ക് വളരെയധികം നിരാശയും ഫ്രസ്ട്രേഷനുമാണ് ഉള്ളത്. തീർച്ചയായിട്ടും കാശ്മീരിലെ യുവജനങ്ങളുടെ ഇടയിൽ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഇന്ത്യയിലുള്ള ആളുകൾ അവരുടെ പുരോഗതിയിൽ എത്രമാത്രം കാക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യക്ക് കിട്ടുന്ന ഈ അംഗീകാരത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടീവ് ഫാക്ടർ ലോകം മുഴുവനും ടെററിസത്തെ വെറുക്കുന്നു, ചെറുക്കുന്നു. ടെററിസത്തെ ഉന്മൂലനാശനം ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എല്ലാ രാഷ്ട്രങ്ങളും പറയുക. അപ്പോൾ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇന്ന് അല്ലെങ്കിൽ ഈയിടയ്ക്ക് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ള ബോധം കൊണ്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും, ചൈന ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് അംഗീകാരം തരുന്നത്. പക്ഷേ ഈ കാശ്മീർ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഇന്ത്യക്കും പാകിസ്ഥാനും എന്ന് മാത്രമല്ല കാശ്മീരിലുള്ള ആളുകൾക്കും സമ്മതമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാവെങ്കിൽ മാത്രമേ ഈ ബോർഡർ ടെററിസം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഈ ഞാൻ സാറിനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് എന്നെ തന്നെ ഒരു കാശ്മീരിലെ ഒരു ചെറുപ്പക്കാരൻ കണ്ടപ്പോൾ യു ആർ ഫ്രം ഇന്ത്യ എന്നാണ് ചോദിച്ചത്. ആർ യു ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലോ ദുബായിലോ പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നില്ല ആർ യു ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഒന്ന് ഷോക്ക്ഡായി. ഒരു ഇന്ത്യൻ പൗരൻ എന്നോട് ചോദിക്കുകയാണ് ആർ യു ഫ്രം ഇന്ത്യ എന്ന്. അപ്പോൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയാണത്. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾ കാശ്മീരിലേക്ക് നമ്മൾ ചിലവാക്കിയ കോടികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അമ്പരപ്പുണ്ടാകുന്ന രീതിയിലാണ്.
ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവിടെ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള നയപരമായ തീരുമാനങ്ങൾ ഈ കേന്ദ്രതലത്തിൽ എടുക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളുണ്ട്, പല അവസരങ്ങളിൽ. തീർച്ചയായും അത് വളരെയധികം സമയം ചെലവഴിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് താങ്കളോട് കാശ്മീരിലുള്ള ഒരു വ്യക്തി ആർ യു ഫ്രം ഇന്ത്യ ഓർ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് കാശ്മീരിലുള്ള ആളുകളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് കാശ്മീരിലെ ചെറുപ്പക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വിശദമായ പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് അതിപ്പോൾ നമ്മുടെ ഒരു അരമണിക്കൂറിലോ 3/4 മണിക്കൂറിലോ ശ്രീ കേണൽ ഭാസി, താങ്കൾ എന്ത് നിലപാടെടുക്കും? അതായത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്, നമുക്ക് തന്നെ ചില ഫിലോസഫികളുണ്ട്. മാത്രമല്ല സമാധാനത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകുന്ന ഒരു രാജ്യമെന്ന ഖ്യാതി നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പല യുദ്ധങ്ങൾക്കും നമ്മൾ ഇൻവോൾവ് ചെയ്തു എങ്കിൽ പോലും നമ്മളൊരു ഗാന്ധിയൻ ലൈനിലൊക്കെ പോകുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം. അപ്പോൾ ഇമോഷണലായിട്ടൊരു തീരുമാനമെടുക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ എന്നാൽ പാകിസ്ഥാൻ ഇമ്പോർട്ട് ചെയ്യുന്ന ടെററിസത്തിനൊരു അവസാനം കണ്ടെത്തിയേ പറ്റുതാനും. കാരണം നമ്മുടെ വളർച്ചയെയും നമ്മുടെ വികസനത്തെയും ഒക്കെ തന്നെ ഈ തീവ്രവാദ സാധ്യതകൾ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈന്യത്തിലൊക്കെ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ താങ്കൾ ഏത് അഭിപ്രായത്തെയാണ് പിന്താങ്ങുന്നത്? തീർച്ചയായിട്ടും അതായത് നമ്മുടെ ഈ കാശ്മീരിലെ യൂത്തിനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക, അത് മിസ്റ്റർ ടി കെ നായർ പറഞ്ഞതുപോലെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം അതില്ലെങ്കിൽ ഈ ടെററിസം വിൽ ഗ്രോ. ഇപ്പം അന്നേരം മിസ്റ്റർ മോഹൻപിള്ള പറഞ്ഞ പോലെ ഈ കൗണ്ടർ അറ്റാക്ക് ടെററിസം ഓൾ ദാറ്റ് ഇസ് ഫൈൻ, വളരെ ഈസി അത് പറയാനായിട്ട്. പക്ഷേ ഇതൊരു ടെററിസം ഗ്രോ ചെയ്യണമെങ്കിൽ അതിനുള്ള ഈക്വൽ ക്ലൈമറ്റ് വേണം. പാകിസ്ഥാൻ ഈസ് എൻജോയിങ് ദ ക്ലൈമറ്റ് ഇൻ കാശ്മീർ. അവിടുത്തെ യൂത്തിനെ അവർ അലിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്കൾ തന്നെ പറഞ്ഞ പോലെ ആർ യു എൻ ഇന്ത്യൻ? ഐ ഫേസ് ദ സെയിം തിങ് വേ ബാക്ക് ഇൻ 69-70. ഞാൻ കാശ്മീരിൽ പോയപ്പോഴത്തേക്കും ഈ സെയിം ക്വസ്റ്റ്യൻ ഐ വാസ് ആസ്ക്ഡ്. ദാറ്റ് മീൻസ് ആ സമയത്ത് പോലും ഇങ്ങനെ ഒരു വിചാരമുണ്ടായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി അന്നേ സമയത്ത് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈവൻ ഐ ഗോ ടു ദിസ് എക്സ്റ്റെൻറ്റ് ഓഫ് സെയിങ് 370 ആർട്ടിക്കിൾ ഈസ് വൺ ഓഫ് ദ മേജർ blocks in this Kashmir is not coming to the mainstream. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ഇതും കൂടെ കഴിഞ്ഞാൽ ഈ കാശ്മീർ ഇഷ്യൂ ബിക്കംസ് നൾ ആൻഡ് വോയിഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ, വി ഹാവ് ഗോട്ട് നത്തിങ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ ഓർ ഇറ്റ്സ് പീപ്പിൾ. അത് മാത്രമല്ല, ആസ് പീപ്പിൾ ടു പീപ്പിൾ ദർ ആർ വെരി വെരി ഫ്രണ്ട്ലി ഓൾസോ. ബട്ട് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ upheaval plus the military which is controlling the politics of Pakistan, which is causing all this problem to us. Otherwise, we have been trying, but this is some of the areas we have had our chances, but നമ്മളത് യൂട്ടിലൈസ് ചെയ്തില്ല. For example, even after 71 war, there was a summit, there was a big talk at very high level, Simla agreement. So many other agreements have, but Pakistan has not really നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. So how much do we trust? How much do we trust? രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരു കാശ്മീർ സിംല വഴി യുദ്ധമില്ലാ കരാറിലേക്ക് എത്തിച്ചേർന്ന രാജ്യമാണ് നമ്മൾ. പക്ഷേ അങ്ങനെ ഒരു നോ വാർ പാക്ട് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതാ പറഞ്ഞത്, ബിക്കോസ് വി കനോട്ട് ട്രസ്റ്റ് ദെയർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, because our political leadership is not controlled by, say, today's Imran Khan, as people very rightly said, is the military behind that politics which is controlling the entire Pakistan. And they have got a big stake in to keep the Kashmir thing boiling. അതായത് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇമ്രാൻഖാനെ പോലെ സൈന്യം പിന്തുണ നൽകുകയും ആ സൈന്യം പിന്തുണ നൽകുന്ന വലിയൊരു തീവ്രവാദ സംഘവും തൊട്ടയൽപ്പക്കത്ത് ഇങ്ങനെ വാഴുന്ന കാലത്ത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും വരുന്ന ദിവസങ്ങളിൽ? അല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രത്യേകിച്ചൊരു വെല്ലുവിളി നേരിടുന്നില്ല. കാരണം നമ്മുടെ ശക്തമാണ് സൈന്യം, ഏത് സാഹചര്യവും നേരിടാൻ ശക്തമാണെന്ന് ആവർത്തിച്ച് നമ്മുടെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അന്ന് തന്നെ ഈ പുൽവാമയിൽ സംഭവം ഉണ്ടായ അന്ന് മുതൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഈ സൈനികരുടെ രക്തസാക്ഷിത്വം വൃഥാവിലാകില്ല എന്നാണ്. കാരണം രാജ്യത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചവർ തീർച്ചയായിട്ടും അവർക്ക് സ്മരിക്കത്തക്കവണ്ണമുള്ള ഒരു ഉചിതമായ മറുപടി പാകിസ്ഥാന് നമ്മൾ നൽകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്, രാജ്യത്തിന് നൽകിയിരുന്ന ഉറപ്പ് നൽകിയിരുന്നത്. അതിപ്പോൾ നമ്മൾ നടപ്പാക്കുകയും ചെയ്തു. മുമ്പ് പല ആക്രമണങ്ങളും നടന്നപ്പോഴൊന്നും പ്രതികരിക്കാതിരുന്നതിനേക്കാളൊക്കെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ ജനങ്ങൾക്കൊക്കെ അതുകൊണ്ടുള്ള ആത്മവിശ്വാസം വളരെ വലുതായി വർദ്ധിച്ചിട്ടുമുണ്ട്. പിന്നെ നേരത്തെ ഇപ്പം ശ്രീകണ്ഠൻ എന്നോടല്ല മറ്റുള്ള അതിഥികളോട് ചോദിച്ചുള്ള കാശ്മീർ പ്രശ്നത്തിൻ്റെ കാര്യം. കാശ്മീർ പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഉചിതമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കാശ്മീർ പ്രശ്നം എങ്ങനെ ഇത്രയും വഷളായി? നമ്മുടെ ഒരു നയവൈകല്യമാണ്. 1947 ഇതേപോലെ കാശ്മീരിനെ പോലെ തന്നെ ഹൈദരാബാദും നമ്മുടെ തിരുവിതാംകൂറും ഒക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അറച്ചു നിന്നവരാണ്. പക്ഷേ ശ്രീ സർദാർ വല്ലഭഭായ് പട്ടേൽ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ശ്രീ VP മേനോൻ്റെയും നല്ല ആജ്ഞാശക്തിയുള്ള മേധാവിത്വമുള്ള ആ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഇന്ത്യൻ യൂണിയൻ ലയിച്ചത്. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി നേരിട്ട് നോക്കിയതാണ് കാശ്മീർ. ആ വിഷയമാണ് അന്താരാഷ്ട്ര വേദിയായ ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുകൊടുത്ത് ഒരിക്കലും തീരാത്ത തലവേദനയായി ഇന്ത്യൻ യൂണിയനിൽ മാറ്റി. നമ്മുടെ ആഭ്യന്തര കാര്യം, നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ലയിക്കാനാണ് ആഗ്രഹമെന്ന് അന്നത്തെ കാശ്മീർ രാജാവ് ഹരിസിംഗ് പറഞ്ഞിട്ടും അതിനെ ഏതാനും പേരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഈ വിഷയം ഇത്രയും വഷളാക്കി. അല്ല, അന്നൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ, റഫറൻഡം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ശ്രീ കുമാർ. നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഞാൻ പറയും അല്ല, ചർച്ച ചെയ്യാൻ പറ്റിയല്ലേ. ഇപ്പം നിങ്ങൾ ആ വിഷയം പറഞ്ഞു തീർച്ചയായിട്ടും ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ, അല്ല, കാരണം നമ്മളിപ്പോൾ ഇന്ത്യ പാക് റിലേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീ കുമാർ എല്ലാവർക്കും അറിയുന്നത് പോലെ അതിൽ ഏറ്റവും വലിയ കോർ ഇഷ്യൂ കാശ്മീർ തന്നെയാണ്. കാരണം കാശ്മീരിൽ സമാധാനം ഉണ്ടാകാൻ എങ്ങനെ ഉണ്ടായി? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ പാകിസ്ഥാൻ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. അല്ല, അതൊക്കെ പിൽക്കാലത്തുണ്ടായതല്ലേ. ഞാൻ പറഞ്ഞത് ആദ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഓരോ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചുകൊണ്ടിരുന്നപ്പോൾ കാശ്മീരിനെ മാത്രം അതിൽ നിന്നൊരു ഒഴിവ് കൊടുത്ത് അവർക്ക് പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും നൽകി വേറൊരു പ്രത്യേകമായ രാജ്യമാണെന്നൊരു തോന്നലുണ്ടാക്കിച്ച് അവരെ ഇന്ത്യയുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയത് മുതൽ ആരംഭിക്കുന്നതാണ് ഈ പ്രശ്നം. കുമാർ, മറ്റു നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ലല്ലോ അന്ന് കാശ്മീരിൽ ഉണ്ടായിരുന്നത്. കാശ്മീർ അറ്റാക്ക് ചെയ്യപ്പെട്ടു പാകിസ്ഥാന്റെ പിൻബലത്തോടെയുള്ള ട്രൈബൽ ഗ്രൂപ്പ്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ടപ്പോഴാണല്ലോ കാശ്മീർ ഇന്ത്യയോട് ചേരാനുള്ള തീരുമാനമൊക്കെ എടുത്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ആലോചിച്ചാലും കാശ്മീരിൽ നയവൈകല്യം ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിലെ ചെറുപ്പക്കാരെ ഇന്ത്യയുടെ കൂടെ നിർത്തുവാനും നെഞ്ചോട് അമർത്തി നിർത്തുവാനും കഴിയാതെ പോയതിൻ്റെ തിക്തഫലവും അവിടെ ഉണ്ട്, ഇല്ല നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം ഇങ്ങനെ ഒരു വല്ലാത്ത വെല്ലുവിളിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കരുത്ത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്നലെ നമുക്ക് പാകിസ്ഥാൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുൻപിൽ അടിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ കാശ്മീർ പോലൊരു പ്രശ്നമെടുത്ത് ചർച്ച ചെയ്യുന്നത് ഔചിത്യബോധം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് നമ്മളത് വിടുന്നു. നമ്മൾ ശ്രീ മധു നായർ, ശ്രീ MS കുമാർ പറഞ്ഞതുപോലെ നമുക്ക് കാശ്മീരിനെ നമ്മുടെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവന്നേ മതിയാകൂ. കാശ്മീരിൽ കുറച്ചധികം കാലം ജീവിച്ച ഒരാളെന്ന നിലയിലും പിന്നെ പലപ്പോഴും കാശ്മീരിൽ പോയിട്ടുള്ള സഞ്ചാരി എന്ന നിലയിലും താങ്കളുടെ ദൃഷ്ടിയിൽ വളരെ വളരെ ചുരുക്കി പറഞ്ഞാൽ കാശ്മീരിനെ നമുക്ക് മടക്കിക്കൊണ്ടുവരണം. കാര്യം കാശ്മീരിലെ ചെറുപ്പക്കാരെയും കാശ്മീരിലെ വളർന്നുവരുന്ന തലമുറയും നമ്മുടെ ഇന്ത്യയോട് ഒട്ടിച്ച് നിർത്തുമ്പോൾ മാത്രമേ തീവ്രവാദികളെ ഒറ്റപ്പെടുത്താനാകൂ. ഇപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരെ ഒരു മറയാക്കുകയാണ്. ഞങ്ങളുടെ ലേഖകൻ തന്നെ ശ്രീ R രാധാകൃഷ്ണൻ അവിടെ സന്ദർശിച്ചിരുന്നു. രാധാകൃഷ്ണൻ തന്നെ പറയുന്ന സംഭവങ്ങൾ കേട്ടാൽ നമ്മൾ തകർന്നു പോകും. ആ രീതിയിലൊരു സാഹചര്യം കാശ്മീരിൽ നിലനിൽക്കുകയാണ്. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രോബ്ലം. ഇതാണ്, അതായത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രോവിൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ. വാജ്പേയിയുടെ കാലത്താണ് ആദ്യമായിട്ടൊരു റെയിൽവേയുടെ കാര്യം പോലും ആലോചിക്കുന്നത്. ആ വാലിയിൽ പണ്ട് കാശ്മീരിലേക്ക് പൊറ്റക്കാടൊക്കെ പോയത് ലാഹോർ വഴിയായിരുന്നു, ബാരമുള്ള വഴി. അതായിരുന്നു മെയിൻ റൂട്ട്. അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം അത് അടയുകയും ജമ്മു വഴി ഒരു വഴി ഉണ്ടാക്കുകയും ചെയ്തു. അതൊരു വഴി വളരെ നാരോ ആൻഡ് എന്താ പറയുക, വിൻ്ററൊക്കെ വരുമ്പോഴത്തേക്കും പകുതി സമയം അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു റെയിൽ ലൈൻ കൊണ്ടുവരാനായിട്ട് ആദ്യം ശ്രമിച്ചത് വാജ്പേയിയുടെ കാലത്താണ്. അതുപോലെ ഇന്നും ആർട്ടിക്കിൾ 370 അനുസരിച്ചിട്ട് കാശ്മീരിലെ വേറെ ഒരു സ്റ്റേറ്റുകാരുടെ ഒന്നും വസ്തു വാങ്ങിക്കാൻ നിവൃത്തിയില്ല.
ഈ ടെററിസം എന്ന് പറയുന്നതിനെ അനുകൂലിക്കുന്ന ഒരു രാജ്യവും ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല ടെക്നിക്കലി. ഇപ്പോൾ ചൈന നമ്മളെ ഇതിന് കാര്യത്തിൽ അനുകൂലിക്കുന്ന ഒരു അത്ഭുതം പോലെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ചൈന തന്നെ ഒരു പ്രോവിൻസിൽ എന്ത് സീരിയസ് ആയിട്ട് ഈ ടെററിസ്റ്റ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. അവരവിടെ എന്താ ചെയ്തത്? അവിടുത്തെ ലോക്കൽസിനെ ഔട്ട് നമ്പർ ചെയ്യാനായിട്ട് വേറൊരു സം അതർ ചൈനീസ് ട്രൈബ് അവിടെ കൊണ്ടുവന്ന് അവരെ മെജോറിറ്റി ആക്കുന്നു. റഷ്യയിൽ ഏറ്റവും എൻ്റെ അറിവിൽ ഏറ്റവും കുറഞ്ഞ ടെററിസമുള്ള ഒരു രാഷ്ട്രമാണത്. അവരുടെ വേറെ തരത്തിൽ അത് ഡീൽ ചെയ്യുന്നു. ബേസിക്കലി ഇവിടെയെല്ലാം തന്നെ മെജോറിറ്റി ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ ഈ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് കാശ്മീരിലെ ജനത നമ്മളോടൊപ്പം വരാത്ത കാലത്തോളം പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് കൊണ്ടോ ഈ പറയുന്ന ടെററിസ്റ്റ് ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് ബോംബിട്ടത് കൊണ്ടോ ഒന്നും തന്നെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുകയാണ് പ്രശസ്ത നയതന്ത്ര വിദഗ്ധനായ ടി.പി. ശ്രീനിവാസൻ IFS. അതെ, ശ്രീ ടി.പി. ശ്രീനിവാസൻ സാർ നമസ്കാരം. സാറിനെ കുറച്ച് നേരമായിട്ട് ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയായിരുന്നു. സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 24ന്റെ വേദിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്. സാധാരണ താങ്കൾ സിനിമാ താരങ്ങളോടാണല്ലോ സമ്മതിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല സാർ. ഇതേപോലുള്ള വലിയ വലിയ നയതന്ത്ര വിദഗ്ധന്മാരോടും ഞാൻ സംസാരിക്കാറുണ്ട്. സാർ, ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, അതായത് വളരെ അപ്രതീക്ഷിതമായി ചൈന നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പാകിസ്ഥാനോട് തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ തന്നെ അവരാവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ലോകത്ത് പല രാജ്യങ്ങളിലും സേവനം ചെയ്തിട്ടുള്ള ഒരു അംബാസിഡർ എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ എന്തായാലും ഇന്ത്യ രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ള രാജ്യമൊന്നുമല്ലല്ലോ ചൈന. അത് എന്തുകൊണ്ടായിരിക്കും ചൈന ഈ വേളയിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു തോള് കൊടുക്കേണ്ട സമയത്ത് തന്നെ ചൈന ഇങ്ങനൊരു അഭിപ്രായം പറയാൻ കാരണം? പക്ഷേ അഭിപ്രായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കണം. അത് ഒരു തരത്തിലും പാകിസ്ഥാനെ ഹർട്ട് ചെയ്യാത്തതും ഇന്ത്യയെ സഹായിക്കാത്തതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഇത് ഡിപ്ലോമാറ്റ്സിന് മാത്രം കഴിയുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് സ്കില്ലാണ് അവിടെ നമ്മൾ കാണുന്നത്. കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിനോടൊന്നും ഒരു ബന്ധവുമില്ലാതെ റഷ്യയും ചൈനയും ഇന്ത്യയുമായുള്ള ഒരു സംഭാഷണം വിദേശകാര്യ മന്ത്രിമാരുടെ തലത്തിൽ നടക്കുകയാണ്. അപ്പോൾ അവരെ ഫോഴ്സ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു. എന്ത് പറയാനാണ്? അപ്പോൾ അതിലവർ കണ്ടുപിടിച്ച ഒരു മാർഗം ഈ ടെററിസത്തെ കണ്ടം ചെയ്യല്ല അവർ ചെയ്തത്. ടെററിസത്തിന് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെയാണ്, അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ടല്ല, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമല്ല പറഞ്ഞത്. അപ്പോൾ അവരൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ റഷ്യയും ചൈന അവരുടെ ഏറ്റവും ലോവസ്റ്റ് ഇതാണല്ലോ എടുക്കുന്നത്. 3 പേർക്കും എഗ്രി ചെയ്യാവുന്ന ഭാഷ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചൈന ഇപ്പോൾ നാളെ വീണ്ടും ഈ അഷറിൻ്റെ കാര്യം സെക്യൂരിറ്റി കൗൺസിലിൽ വന്നാൽ അവർ അത് വീറ്റോ ചെയ്യുന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അത് അവർ കണക്കാക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അത് ഇന്ത്യയുടെ ശത്രു എന്ന നിലയിൽ അദ്ദേഹത്തിനെ ടെററിസ്റ്റാക്കാനുള്ള സമ്മതിക്കുകയില്ല എന്നുള്ളത് അവരുടെ ആജീവനാന്ത മിത്രമായ പാകിസ്ഥാനെതിരായിട്ട് അവരൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ ചൈനയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കും നേരത്തെ പറഞ്ഞ പോലെ, മധു നായർ പറഞ്ഞതുപോലെ, അവർക്കും ടെററിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അവരവരുടെ മേഖലയിൽ നിന്ന് പരിഹരിക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ ഒരു കുപ്രസിദ്ധി നേടിയ ഒരു തീവ്രവാദിയാണല്ലോ, ഒരു കൊടും ഭീകരനാണല്ലോ. അപ്പോൾ ഈ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ UN രക്ഷാസമിതിയിൽ ഈ സമ്മർദ്ദങ്ങളൊന്നും പ്രശ്നമല്ല, ചൈനയ്ക്ക് വീറ്റോ ചെയ്യാമെങ്കിൽ പോലും ഈ സമ്മർദ്ദം കൂടുകയാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും തീവ്രവാദ ഭീഷണികളും തീവ്രവാദികളുടെ അക്രമങ്ങൾക്കും ഇരയാകുന്ന ഒരു വേളയിൽ ഇപ്പോൾ UN തന്നെ അതിൻ്റെ സ്വഭാവം തന്നെ മാറി മറിയാൻ സാധ്യതയുള്ള ഈ കാലത്ത് ചൈന വീണ്ടും ഒരു വീറ്റോ അധികാരം പ്രയോഗിച്ച് പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ശ്രീകണ്ഠൻ, ഒരു കാര്യം ഓർക്കാനുള്ളത്, ഐക്യരാഷ്ട്ര സംഘടന ഇന്നും ടെററിസം എന്താണെന്ന് നിർവചിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ഇതെന്തൊരു ഐക്യരാഷ്ട്ര സംഘടനയാണ്, ടെററിസം എന്താണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന്. എന്താണ് കാരണം? ഒരാളിൻ്റെ ഭീകരവാദി മറ്റൊരാളിൻ്റെ സ്വാതന്ത്ര്യ ഭടനാണ്. അതുകൊണ്ട് ലോകത്ത് ഇതിനെപ്പറ്റി ഒരു എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ ടെററിസം എന്ന് ഒരു രാജ്യം പറയുമ്പോൾ, ഒരു അറബ് രാജ്യം പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ചില വ്യക്തികളെയാണ്.
നമ്മൾ ടെററിസം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു ചിലരെയാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് 20 വർഷമായിട്ട് നമ്മൾ ടെററിസത്തെ പറ്റി പറഞ്ഞിട്ട് ഒരു അമേരിക്കക്കാരനും ഒരു ബ്രിട്ടീഷുകാരനും ഒരു റഷ്യക്കാരനും UN പറയുകയുണ്ടായില്ല ഇതൊരു പ്രശ്നമാണെന്ന്. 9/11 സംഭവിച്ചപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഈ സൗത്ത് ഏഷ്യയിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ പാലസ്റ്റീൻകാരായിരുന്നു അവരുടെ ടെററിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ടെററിസം അവരവരുടെ സ്വാതന്ത്ര്യ ഭടന്മാരുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ടെററിസം എന്ന് പറയുന്നതിൽ ഈ കാശ്മീരി ടെററിസം ഉൾപ്പെടുന്നില്ല. കാരണം അവർക്ക് അവരെ സംബന്ധിച്ചുള്ള ഒരു സ്വാതന്ത്ര്യ ഭടന്മാരാണ്. അല്ലെങ്കിൽ അറബ് നമുക്കൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമായി. ഇടവേള കഴിഞ്ഞ് ഈ ചർച്ച തുടരും. ഞാൻ വേഗം മടങ്ങി വരാം ഇടവേളയിലേക്ക്. This is 24 from Flowers Group. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്. ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. ലോകോത്തര ബ്രാൻഡായ ഗ്രീ ഇപ്പോൾ കേരളത്തിലും. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഹ്ലി 87 റണ്ണായി. ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബട്ടർ ചിക്കൻ റെഡി ആവോ? ബട്ടർ ചിക്കൻ മസാല റെഡി. കോഹ്ലി എത്രയായി? 96. Eastern Butter Chicken Masala. Made easy. ജീവിതം ആസ്വദിക്കൂ രുചിയുള്ള കടുപ്പവുമായി. ടേസ്റ്റി രുചിയുള്ള കടുപ്പം. ചരിത്രമെഴുതുന്നു ഈസ്റ്റേൺ. ജീവിതം ആസ്വദിക്കൂ രുചിയുള്ള കടുപ്പവുമായി. ടേസ്റ്റി രുചിയുള്ള കടുപ്പം. കോഹ്ലി 87 റണ്ണായി. ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബട്ടർ ചിക്കൻ റെഡി ആവോ? ബട്ടർ ചിക്കൻ മസാല റെഡി. കോഹ്ലി എത്രയായി? 96. Eastern Butter Chicken Masala. Made easy. ജീവിതം ആസ്വദിക്കൂ രുചിയുള്ള കടുപ്പവുമായി. ടേസ്റ്റി രുചിയുള്ള കടുപ്പം. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്. ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര. ലോകോത്തര ബ്രാൻഡായ ഗ്രീ ഇപ്പോൾ കേരളത്തിലും. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. You are watching television newspaper. വെൽക്കം ബാക്ക്. എൻകൗണ്ടർ തുടരുന്നു. അതിരുവിട്ട് പാകിസ്ഥാൻ നമ്മൾ പരിശോധിക്കുകയാണ്. ഇനി നമ്മൾ അതിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ ചെറിയൊരു ശബ്ദപ്പിഴവുണ്ടായി. ശ്രീ ടി പി ശ്രീനിവാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിഴവ് മാറ്റുമ്പോൾ നമ്മൾ വേഗം അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ശ്രീ മധു നായർ, താങ്കളുടെ എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മുടെ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഗവൺമെൻറ് ചെയ്ത്. ഒരു പരിധി വിട്ടു പോയില്ല. എന്നാൽ പാകിസ്ഥാന് വളരെ വ്യക്തമായ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിർത്തിയിൽ ഒരു അഡ്വഞ്ചറിസം കാണിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ നമ്മുടെ മിലിറ്ററി തുരത്തി വിടുകയും ചെയ്തു. നമ്മുടെ ഒരു വൈമാനികൻ അവരുടെ തടവറയിൽ ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും അത് നമുക്കൊരു കരടായി സൂക്ഷിക്കുകയാണ്. കാരണം ജനീവ കരാറിൻ്റെ രീതി അനുസരിച്ചൊന്നും പ്രിസണേഴ്സ് ഓഫ് വാറിനെ, യുദ്ധത്തടവുകാരെ ഡീൽ ചെയ്യുന്ന ഒരു രീതി പാകിസ്ഥാനെ പോലെ തെമ്മാടി രാഷ്ട്രത്തിനില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ആ വൈമാനികനെ കിട്ടാൻ അന്താരാഷ്ട്ര പ്രഷർ നമ്മൾ ഉപയോഗിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ശ്രീ മധു നായർ, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് നരേന്ദ്രമോദിക്ക് കരുത്താകുമോ എന്നാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വശം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മിക്ക രാഷ്ട്രീയ കക്ഷികളുടെയും ചിന്ത ആ വഴിക്കാണ് പോയത്. ഇത് കരുത്താകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തതിലൊന്നും തന്നെ അപാകതയില്ല എന്ന് മാത്രമല്ല, കാര്യമായിട്ട് ഇതല്ലാതെ വേറൊരു തരത്തിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ
പാകിസ്ഥാൻ്റെ മണ്ണിലുള്ള ഒളിത്താവളങ്ങൾ, എസ്പെഷ്യലി ടെററിസ്റ്റ് ക്യാമ്പുകൾ നശിപ്പിച്ചതിൽ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇതിൽ പാകിസ്ഥാൻ പോലും വലിയ എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാനിനകത്ത് തന്നെ ഈ പറയുന്ന ഒരു സംഘം പാകിസ്ഥാനിന് എതിരായിട്ട് തന്നെ വളരെയധികം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ അവിടെ ഇതിപ്പോൾ ഇൻ്റർനാഷണലി ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ടൊരു സ്ട്രൈക്ക് വളരെ പ്രിസൈസ്ലി ഒരു ഇസ്രേലി മോഡൽ ചെയ്തത് നമ്മുടെ ആം ഫോഴ്സസിൻ്റെ എഫിഷ്യൻസി തന്നെയാണ്. നമ്മുടെ ആം ഫോഴ്സസ് പണ്ട് ചൈനീസ് യുദ്ധകാലത്തെ സ്ഥിതിയൊന്നും അല്ല. ഇന്ന് ചൈനയുമായിട്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ അത്ര എളുപ്പം അവർ ജയിച്ചുകൊണ്ട് പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയധികം വെൽ പ്രിപ്പയർഡാണ്. നമ്മുടെ ആംസും ആ തരത്തിലുള്ള എല്ലാം മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കലി ഇതിനകത്ത് ഒരു മൈലേജ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശേഷ്ഖാൻ ിലൊക്കെ നടന്നതുപോലെ ഈ പാകിസ്ഥാനിൽ അറ്റ്ലീസ്റ്റ് പേരിനെങ്കിലും ഒരു എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിന് തന്നെ അറിയാം. അവിടെ ഇപ്പോഴും പവർ മുഴുക്കെ ആക്ച്വലി ആ ക്ലൗട്ട് മുഴുക്കെ പട്ടാളത്തിലാണ്. ഇതൊരു അൺയൂഷ്വൽ സിറ്റുവേഷനാണ്. ഇതിൻ്റെ പ്രധാന ബാക്കിങ് അമേരിക്ക തന്നെയാണ്. അവരതും ഇതൊക്കെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ഈ സൈനിക മൈറ്റിന് പുറകിൽ അമേരിക്ക തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അവരത് കൈവിട്ട് ഞാൻ അങ്ങിലേക്ക് ശ്രീ ടി കെ നായർ, താങ്കളുടെ ഒരു ശ്രീ മധു നായർ പറഞ്ഞൊരു അഭിപ്രായമുണ്ടല്ലോ, ഈ നമ്മളോട് ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരുപാട് തവണ അമേരിക്ക സന്ദർശിച്ചു കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയിൽ ഇന്ത്യയോട് അവർക്ക് ബഹുമാനമുണ്ട് എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ അമേരിക്കയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് മധു നായർ. അപ്പോൾ ഈ മധു നായരൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ പിന്നിലൊരു അമേരിക്കൻ വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം പാകിസ്ഥാനിലെ അബട്ടാബാദിൽ പോയിട്ട് വലിയ വലിയ തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് പോകാൻ അമേരിക്ക പറ്റുമെന്ന് അവർ തെളിയിച്ചു. ഉസാമ ബിൻ ലാദനെയൊക്കെ അവർ നട്ടപ്പാതിലേക്ക് ചെന്ന് കയറി കൊന്നു തീർത്തവരാണ്. അപ്പോൾ ഇതേ ഒരു കണ്ടീഷനാണല്ലോ ഇന്ത്യയും അനുഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ അതാണ് പറഞ്ഞത്. ഒസാമ ബിൻ ലാദനെ കൊണ്ടുവന്നതുപോലെ വരാൻ ഞങ്ങൾക്കും പറ്റുമെന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അമേരിക്ക പോലുള്ള വൻ രാഷ്ട്രങ്ങൾ കളിക്കുന്ന കളി, ആയുധ കച്ചവടക്കാരും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു അനുഭവ സമ്പന്നനായ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? കുറേയൊക്കെ ഉണ്ടെന്നുള്ളതിന് തർക്കമില്ല. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർമാരിൽ ഒന്നായിരുന്നു അമേരിക്ക. ഏറ്റവും വലുതെന്ന് തന്നെ പറയാം. അതിനൊരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ അമേരിക്കയുടെ ഒരു ദീർഘകാല വീക്ഷണം എന്താണെന്ന് ആർക്കും അറിയില്ല. കാര്യം ഇന്നത്തെ അമേരിക്കയുടെ ഭരണം ഓരോ ദിവസങ്ങളിൽ അഭിപ്രായങ്ങൾ മാറിപ്പറയാൻ മടിയില്ലാത്ത ഒരു ഭരണാധിപൻ്റെ കയ്യിലാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും വളരെ വർഷങ്ങൾ പാകിസ്ഥാന് അമേരിക്ക വളരെയധികം പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാവാം. താങ്കൾ സൂചിപ്പിച്ച മാതിരി ഇതിൽ രാഷ്ട്രങ്ങൾ മാത്രമല്ല, ആയുധ കമ്പനികൾ, ആയുധ കച്ചവടക്കാർ, ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ രാജ്യത്തെക്കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഭരണസമ്പ്രദായമാണ് അവിടെയുള്ളത്. വർഷങ്ങളായിട്ട് അത് ഇന്ത്യക്കും മറ്റ് ലോകത്തുള്ള രാഷ്ട്രങ്ങൾക്കും അറിയാം. പക്ഷേ തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കൂടിയാണ് പാകിസ്ഥാനെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ ചൈന പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സ്നേഹിത രാജ്യമാണ്. അതേമാതിരി ഒരു കാലത്ത് അമേരിക്കയുമായിരുന്നു. ഇപ്പോഴും അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ മുകളിൽ സ്വാധീന ശക്തിയുണ്ട്. ട്രംപിൻ്റെ ഭരണകാലത്ത് അമേരിക്കൻ ഭരണകൂടം പാകിസ്ഥാന് നൽകിയിരുന്ന സഹായമൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ അമേരിക്ക പൂർണ്ണമായിട്ടും പാകിസ്ഥാനെതിരാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ചൈനയ്ക്കും അതിൻ്റേതായ താല്പര്യങ്ങളുണ്ട്. ചൈനയ്ക്ക് സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്. ചൈനയുടെ ലോക വീക്ഷണത്തിൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഭീകരത അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങളെ പറഞ്ഞോളൂ സാർ പറഞ്ഞു വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഭീകര പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഭീകരതയ്ക്കും എതിരായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും ഒത്തുകൂടിയ സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. അത് കാരണമാണ് പാകിസ്ഥാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരന്മാരുടെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ലോകം അപലപിക്കുന്നത്.
ശ്രീ ടി പി ശ്രീനിവാസൻ, സോറി, അങ്ങയുടെ ശബ്ദം നമ്മുടെ ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ലഭിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. ശ്രീ, ഇന്ന് രാവിലെ ഉണ്ടായ നമ്മുടെ അതിർത്തിയിലുണ്ടായ അപ്രതീക്ഷിതമായ ചില ഡെവലപ്മെൻറ്റ്സ് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് അങ്ങ് ശ്രദ്ധിച്ചോ? കാരണം ഒരുപക്ഷേ സാധാരണഗതിയിൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ റിയാക്ട് ചെയ്യാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം ഇന്നത്തെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ സ്വാഭാവികമായി ഉണ്ടായതാണോ, അതോ ഇന്ത്യ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടാക്കുന്ന ഡിപ്ലോമാറ്റിക് എക്സർസൈസിൻ്റെ ഒരു റിസൾട്ടാണോ? ഇല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. കാരണം ഇപ്പോഴും നമ്മളുടെ സഹായകരമാണ് ഇപ്പോഴത്തെ റിയാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ശ്രീ ടി കെ നായർ ഇപ്പോൾ പറഞ്ഞ പോലെ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ആക്രമണം ഇന്ത്യ ചെയ്യുമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു, അതുപോലൊരു പ്രതികരണം ഉണ്ടാകുമെന്നും അറിയാമായിരുന്നു. പക്ഷേ അതിനൊരു മുന്നോട്ട് പോകാൻ ഇനി ഒരു രാജ്യവും നമ്മളെ പ്രേരിപ്പിക്കുകയില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് വിശേഷിച്ചും 2 ആണവായുധ രാജ്യങ്ങൾ, അതും അടുത്തടുത്തുള്ള രാജ്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ലോകത്തിനുണ്ടാകാവുന്ന ഭീഷണി അതവർ വളരെ ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് ബ്രിട്ടൻ ആയാലും ചൈന തീർച്ചയായിട്ടും, ഈവൻ ബ്രിട്ടൻ പോലും പറഞ്ഞത് റിസ്ട്രെയിൻറ്റ് വേണം, UN സെക്രട്ടറി ജനറൽ റിസ്ട്രെയിൻറ്റ് വേണം എന്നാണ്. അപ്പോൾ ഒരു ആക്രമണം ഒരുപക്ഷെ അംഗീകരിച്ചു എന്ന് വരാം, പക്ഷെ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന യുദ്ധത്തിന്റെ ഭീഷണി ഉണ്ടാകുക, ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകുന്നതായിട്ട് പോകുന്നതെങ്കിൽ നമുക്ക് യാതൊരു സഹകരണവും ഒരിടത്തുനിന്ന് കാണാൻ പോകുന്നത് പ്രസിഡന്റ് ട്രംപിന്റെയും പ്രസിഡന്റ് പുത്തിന്റെയും ഒക്കെ പ്രതിനിധികൾ ഡൽഹിയിലും ഇസ്ലാമാബാദിലും ലാൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അടുത്തായിട്ട് കാണുക. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് യുദ്ധത്തിലേക്ക് പോകണം എന്നുള്ളതിന് നമുക്ക് യാതൊരു പിന്തുണയും ആരിൽ നിന്നും പ്രതീക്ഷിച്ചുകൂടാ. ഞാൻ അങ്ങോട്ട് മറ്റു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ അമേരിക്കയിലെ ഒരു തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ റിയാക്ഷനോടെ അവരുടെ വേൾഡ് ട്രേഡ് സെന്റർ തകരുകയും അതുപോലെ അവരെ പെന്റഗണിലേക്ക് വിമാനം ഇടിച്ചു കയറാൻ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോഴാണ് തീവ്രവാദത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖം എന്താണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനുശേഷം നടന്ന അന്താരാഷ്ട്ര ലെവലിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ അനുഭവിക്കുന്ന തീവ്രവാദ പ്രശ്നങ്ങളെ പാശ്ചാത്യ ശക്തികളെയും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെയും കാര്യമായി ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങയുടെ അഭിപ്രായത്തിൽ? ബോധ്യപ്പെടുന്നതിനല്ല, അവർക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ. അവരെ പ്രശ്നം യുഎനിൽ കൊണ്ടുപോയതിനെ പറ്റി നമ്മളെല്ലാം പ്രധാനമന്ത്രി നെഹ്റുവിനെ വിമർശിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാൻ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഇതൊരു പവർ സ്ട്രഗിളാണ് സെക്യൂരിറ്റി കൗൺസിൽ. അവിടെ ന്യായമില്ല, അല്ലെങ്കിൽ ജനാധിപത്യമില്ല, അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ പറ്റിയ തെറ്റ്. അദ്ദേഹം വിചാരിച്ചത് സമാധാനപരമായ ഒരു പരിഹാരം കാണാനാണ് എന്നാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഈ വാർ ഓൺ ടെറർ ആദ്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷെ ഇപ്പൊ എന്താണ് അമേരിക്കക്കാർ ചെയ്യുന്നത്? എങ്ങനെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ തന്നെ, താലിബാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം, തന്നെ അധികാരത്തിൽ വരുത്തിയിട്ട് ഞങ്ങൾ ടെററിസത്തിനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് പോകാനല്ലേ ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അനുഭവം കൊണ്ടെങ്കിലും അദ്ദേഹം ആ അഭിപ്രായം മാറ്റുമെങ്കിൽ ഒരുപക്ഷെ അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ IS ഇല്ലാതായി, അതുകൊണ്ട് സിറിയയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു, താലിബാൻ ഇല്ലാതായി, അല്ലെങ്കിൽ താലിബാൻ നല്ല സംഘടനയായി, അതുകൊണ്ട് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇത്ര ഒരു ബുദ്ധിയില്ലാത്ത ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിഫൻസ് സെക്രട്ടറി തന്നെ രാജിവെച്ച് പോവുകയുണ്ടായി. അപ്പോൾ ഇതിലൊന്നും അവരെല്ലാം ചിന്തിക്കുന്നത് അവരുടെ നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന പണലാഭവും. ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം ചെലവാക്കരുത് എന്നുള്ളതാണല്ലോ. അവർ പറയുന്നത് ഇന്ത്യ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നില്ല, ഇന്ത്യക്ക് ഒരുപാട് പണമുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിലെല്ലാം നമ്മളിതൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളോടുള്ള സപ്പോർട്ടാണെന്നോ ടെററിസം നമ്മൾ കാണുന്നത് പോലെയാണ് അവർ കാണുന്നതെന്നോ എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായത് ഇതിന്റെ ഒരു ക്രൂരത കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അവരുടെ ആ മാറ്റങ്ങൾ, അവരുടെ ടെററിസത്തിനോടുള്ള പലതരത്തിലുള്ള ടെററിസത്തിനോട് അവരുടെ അഭിപ്രായങ്ങൾ മാറുന്നില്ല. റഷ്യ തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്നപ്പോൾ പറയുണ്ടായി, ക്രോസ് ബോർഡർ ടെററിസം അല്ല പ്രശ്നം, ടെററിസം എന്ന് പറയുന്നത് IS ആണ്. ഓരോരുത്തർക്കും ഓരോ നിർവചനമാണ് ടെററിസത്തെ. അതുകൊണ്ട് അതിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളവർക്ക് തെളിവുകൾ കൊടുക്കുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമോ അല്ലെങ്കിൽ സപ്പോർട്ടോ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അത് നമ്മുടെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. സാർ, ഇന്ന് നമ്മളുണ്ടായ ഏറ്റവും ദുഃഖകരമായ കാര്യം, നമ്മുടെ ഒരു വൈമാനികൻ അവരുടെ കസ്റ്റഡിയിലാണ്. അത് നമ്മളെക്കാളും മുമ്പേ അവർ TTAയും ഒക്കെ
ലോകമാധ്യമങ്ങളിലൂടെ അവർ പുറത്തറിയിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിനെ മാരകമായി മുറിവേൽപ്പിക്കുന്ന വീഡിയോകളും പുറത്തു വന്നു. ഒരുപക്ഷെ ഇത്രയും പല യുദ്ധങ്ങളിലും ഈ വൃത്തികേട് പാകിസ്ഥാൻ കാണിച്ചിട്ടുണ്ട്. പല തടവുകാരോടും വളരെ മോശമായി അവർ പെരുമാറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ വളരെ കുറച്ച് രാജ്യങ്ങളാണ് ജനീവ കൺവെൻഷനെ ഇങ്ങനെ നഗ്നമായി ലംഘിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മുമ്പിൽ ഈ വൈമാനികനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവൂ. കാരണം നമ്മൾ അവരുടെ ആൾക്കാരെ ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പ് ആക്രമിച്ചു, അവിടെ കുറച്ച് ആൾക്കാർ മരിച്ചു എന്നുള്ളത് ഉറപ്പാണെങ്കിൽ അതൊക്കെ തീവ്രവാദികൾ എന്ന ഇൻവെർട്ടർ കോമയിൽ വരുന്ന ആളുകളാണ്. നമ്മുടെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? അത് നമ്മൾ അവർക്ക് കുറച്ച് ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഒരു സമയത്ത് 99,000 പാകിസ്ഥാനി POWs നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശിൽ. എന്നിട്ട് എത്ര മാസം നമ്മൾ അവരെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വെച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എത്ര ബഹുമാനത്തോടു കൂടിയും ആണ് നമ്മൾ അവരോട് പെരുമാറിയത്. ആ കഥ അവർ മറന്നുപോയിട്ടുണ്ട്. അത് സിംല എഗ്രിമെന്റിൽ വെച്ച് നമ്മൾക്ക് പിടിച്ചെടുത്ത രാജ്യം മാത്രമല്ല, ഈ 99,000 POWസിനെയും മിസസ് ഗാന്ധിയാണ് തിരിച്ചു കൊടുത്തത്. അതിന് നമുക്ക് എന്ത് കിട്ടി? കാശ്മീർ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ ബുട്ടോയെ അവർ തൂക്കിക്കൊന്നു. അപ്പോൾ ഇതിലൊന്നും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു സിവിലൈസേഷൻ ബിഹേവിയർ നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ആ കാര്യം പറയണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഈ എന്തെങ്കിലും പല സംഭവങ്ങളും ഉണ്ടായി, പക്ഷെ ഇപ്പോൾ ഉടനെ തന്നെ കമാൻഡേഴ്സിന്റെ ലെവലിൽ, ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും കമാൻഡേഴ്സിന്റെ ലെവലിലുള്ള ചർച്ചകൾ ആരംഭിക്കണം. അത് ഇമ്രാൻഖാൻ പറഞ്ഞ ചർച്ചയല്ല. ഇമ്രാൻഖാൻ പറയുന്ന ചർച്ച കാശ്മീർ ചർച്ചയാണ്. അതിന് നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ലല്ലോ ഇപ്പോൾ. കാരണം ഇത് ഭീകരവാദം തുടച്ചു നീക്കാതെ ചർച്ചയ്ക്ക് പോവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ നയം. ആ നയത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി മാറുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ചർച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കി, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കമാൻഡേഴ്സ് തമ്മിലുള്ള GGMOs തമ്മിലുള്ള ചർച്ചയോടുകൂടി ഇതിൽ നിന്ന് അദ്ദേഹത്തിനെ തിരിച്ചു കിട്ടുക, നമുക്ക് മറ്റൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അവരും ഈ വെടിനിർത്തലിനെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ഓപ്പറേഷണൽ ലെവലിൽ, കമാൻഡേഴ്സിന്റെ ലെവലിൽ തുടങ്ങുകയാണ് ആവശ്യം. ഓക്കെ സാർ, നമ്മുടെ സമയപരിമിതി ഉണ്ട്. ഞാൻ സാറിൽ നിന്ന് പോവുകയാണ്. ഞാൻ ശ്രീ TK നായർ, നമുക്കിനി ഒരു 1-1.5 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ നമുക്കൊരു വാർ, ഒരു യുദ്ധവെറി നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് ചില സോഷ്യൽ മീഡിയയൊക്കെ നോക്കുമ്പോൾ ഇപ്പം തന്നെ കയറി അടിച്ച് ലെവലാക്കി ഒരു നിലംപരി ശാക്കണം എന്നുള്ളതിൽ ഒരുപാട് വാദഗതികൾ സാധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം 1-2 വാചകത്തിൽ പറഞ്ഞാൽ അവരോട് അങ്ങ് എന്തു പറയും? ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവനും ആളുകളുടെ സമാധാനത്തിനും അവർക്ക് സാധാരണ ജീവിതം നയിക്കുന്നതിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടരുത്. തീർച്ചയായും ഒരു യുദ്ധമല്ല, ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു യുദ്ധമല്ല. ഇന്ന് നമ്മളും പാകിസ്ഥാനും, അല്ലെങ്കിൽ നമ്മൾ ടെററിസം കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം അതാവില്ല എന്ന ഉള്ള വ്യക്തമായ ധാരണ നമ്മുടെ ആളുകളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ പരിസ്ഥിതിയിൽ അവരിൽ അങ്ങനെ ഒരു ബോധം ഉളവാക്കാനുള്ള ബോധപൂർവമായ ശ്രമം എല്ലാ തലത്തിലും ഉണ്ടാവണം. സർക്കാർ തലത്തിലും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം ഇതിൽ അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ ഒരുപക്ഷെ അതിലപ്പുറം നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ ആളുകളുടെ വികാരങ്ങൾ ഊതി കത്തിക്കത്തക്ക രീതിയിലുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ചർച്ചകളോ ഉണ്ടാവാതെ ഇരിക്കുക. സമാധാനപൂർവ്വം നമുക്ക് ഈ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ പ്രിസണർ ഓഫ് വാറിൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ, അതൊക്കെ പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സമ്മർദ്ദം പാകിസ്ഥാന്റെ മുകളിൽ നിർത്താനായിട്ട് സാധിക്കും. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമ്മൾ സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ വളരെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. മറ്റു വിഷയവുമായി ഇനി അടുത്ത ദിവസം കണ്ടുകൂട്ടാം. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.